6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമാ ശബക്താനി എന്നുറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ തരങ്ങളും തുറന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ദയവായി ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഈ പകൽ അസാധാരണമായൊരു ദൈവപ്രവൃത്തി, അസാധാരണമായ ദൈവവചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ചലനങ്ങൾ ഈ 15-ാമത്തെ പകൽ ഈ വിശുദ്ധയാലയത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരാൻ ദൈവമക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവയെ വന്നതുപോലെയല്ല ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം അനുഭവിപ്പാൻ രോഗികൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ, നിരാശയുള്ളവരുടെ നിരാശകൾ മാറാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. അധരമുയർത്തി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. സെരുബ്ബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. കൃപയെന്നാർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയും അരുളി ചെയ്തതുപോലെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷയിൽ കഴിഞ്ഞ ഏറിയ നാളുകളായി നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, നിങ്ങളെ കരയിപ്പിക്കുന്ന ഏത് പ്രതിസന്ധിയോ ഇന്ന് യോഗമാശീർവാദം പറയുന്നതിന് മുമ്പ് ആ പ്രതിസന്ധി സമഭൂമിയായി തീരട്ടെ. അത് രോഗമാണെങ്കിൽ, അത് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ, അത് മാനസികമായ വെല്ലുവിളിയാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആ വെല്ലുവിളികൾ സമഭൂമിയായി തീരട്ടെ. ആവോളം ആരോഗ്യത്തോടെ കരങ്ങളെ തട്ടി ആവോളം ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാൻ ദൈവത്തിൻ്റെ മേഘം ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ശബ്ദമുയർത്തി ഞങ്ങളുടെ കർത്താവേ, നല്ല ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സഭ ദീർഘദിവസങ്ങളായി അങ്ങേ കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽ വളരെ ആഴമായി ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിന് ദാസൻ സുരേഷ് ബാബു അവറുകൾ ഈ ആലയത്തിൽ ദീർഘദിവസങ്ങളായി കർത്താവിനെ കാത്തിരിക്കാൻ വന്ദനം ചൊല്ലുന്നു. ദീർഘദിവസങ്ങളായി രാവും പകലും ഒരുപോലെ ശക്തമായ ദൈവത്തിൻ്റെ വചനവും ദൂതുകളും ദൈവം നമുക്ക് നൽകുന്നുണ്ടല്ലോ. ഇന്ന് ഈ പകൽ വളരെ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു കുളക്കരയിൽ കിടന്നൊരു മനുഷ്യൻ്റെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച പുസ്തകത്തിൽ ഒരു വർഷം ഏതാണ്ട് 3 തവണയാണ് ദൂതൻ കുളം കലക്കുന്നത്. ഒരു വർഷം 3 തവണയാണ് ദൂതൻ കുളം കലക്കുന്നത്. 38 വർഷം ആ മനുഷ്യൻ ആ കുളത്തിൻ്റെ കരയിൽ കിടന്നു. എൻ്റെ കണക്കനുസരിച്ച് 114 പ്രാവശ്യം കുളം കലങ്ങിയിട്ടുണ്ട്. അവൻ്റെ കേൾവിക്കകത്ത്, അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ 114 പ്രാവശ്യം കുളം കലങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവൻ്റെ കലക്കം മാറിയിട്ടില്ല. ഒരിക്കൽ പോലും അവൻ്റെ പ്രശ്നം മാറിയിട്ടില്ല. ആ കുളക്കരയിൽ പലരും സൗഖ്യമായി പോകുന്നത് അവൻ കണ്ടിട്ടുണ്ട്. സൗഖ്യമായവർ പലരും ആ കുളത്തിൻ്റെ കരയിൽ നൃത്തം ചെയ്യുന്നത് അവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 38 വർഷം 114 പ്രാവശ്യം ദൂതൻ ഇറങ്ങിയിട്ടു ഒരിക്കൽ പോലും അവൻ്റെ മേൽ ആ സൗഖ്യം സംഭവിച്ചില്ല. എന്നാൽ യേശു 114 പ്രാവശ്യം ആ കുളത്തിൻ്റെ കരയിൽ വന്നില്ല. ഒറ്റ പ്രാവശ്യമേ വന്നുള്ളൂ. ആ ദിവസം അവൻ്റെ ദിവസമായിരുന്നു. ഈ 15-ാമത്തെ ദിവസം ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുകയാണ്, കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, മറുപടി ഇല്ലായ്മകൾ നിന്നെ അലട്ടുന്നുണ്ട്.
വിടുതലില്ലാത്ത മാസങ്ങളും വർഷങ്ങളും നിന്നെ വല്ലാതെ കരയിപ്പിക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് വിശ്വസ്തനാണെന്നുള്ള ധൈര്യത്തോടെ പിന്നെയും ആലയത്തിൻ്റെ പടി കയറുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഒരുപക്ഷെ ഇന്നത്തെ പകൽ നിന്റെ പകലാകാം, ഒരുപക്ഷെ ഇന്നത്തെ പകൽ നിന്റെ തലമുറയുടെ പകലാകാം. കൈയടിക്കാൻ ആരോഗ്യമുള്ളവരും നല്ലതുപോലെ കൈയടിച്ച് ഈ ആലയത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവ മഹത്വത്തെ സാക്ഷി നിർത്തി ഞാൻ ആത്മാവിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് അടുത്തിരിക്കുന്നവരെ നോക്കാതെ, ഇടം വലമിരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ, ആമേൻ, ഇന്ന് പകൽ എന്റെ വിടുതലിന്റെ പകലാണെന്ന് വിശ്വസിക്കാൻ ഒത്തിരി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഞാനിന്ന് വായിച്ച വാക്യം ഗാൽഗുത്തായുടെ ആ മരണം മണക്കുന്ന ആ വലിയ പീഡയുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു കരച്ചിലാണ് നാം ഈ വായിക്കുന്നത്. ആ കരച്ചിൽ ഇങ്ങനെയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ കേൾക്കണം. എലി എലി ലമ ശബക്താനി എന്ന് യേശു ഉറക്കെ നിലവിളിക്കുകയാണ്. നമ്മുടെ കർത്താവ് മറിയയുടെ ഉദരം കടമെടുത്ത് ഈ ലോകത്തിൽ വരുന്നു. 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെടുന്നു. പിന്നത്തേതിൽ പിശാച് കെട്ടഴിച്ചു വിട്ട പരീക്ഷകളെ യേശു ജയിക്കുകയാണ്. പിന്നത്തേതിൽ ഏതാണ്ട് 37 അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുകയാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത് മുതൽ ഏതാണ്ട് 37 അത്ഭുതങ്ങൾ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാത്താന്യ ലോകത്തിന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത അത്രയും ക്ലാരിറ്റിയുള്ള അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുകയാണ്. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, 2026 സാത്താന്യ ലോകത്തിൻ്റെ വായടയ്ക്കുന്ന അത്ഭുതങ്ങൾ ആലയത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതെല്ലാം കള്ളത്തരമാണ്, ഇതൊക്കെ പുകമറയാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തെ അപമാനിക്കുന്ന ആളുകളുടെ വാ ദൈവം അടയ്ക്കുന്ന നിന്റെ വീടിനകത്ത് വിടുതൽ ദൈവം ചെയ്യുന്ന നിന്റെ സഭയിൽ നല്ലപോലെ കർത്താവിനെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. യായിറോസിന്റെ മകളെ വീട്ടിൽ വെച്ച് ഉയർപ്പിക്കുന്നു. വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് റോട്ടിൽ വെച്ചാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നത് വീട്ടിലുമല്ല, റോട്ടിലുമല്ല, കല്ലറയ്ക്കകത്തു നിന്നാണ്. ഈ 15-ാമത്തെ ദിവസം കർത്താവ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നഷ്ടപ്പെട്ടാൽ അവിടെ വന്ന് തിരിച്ചു തരാൻ, കല്ലറയിൽ നഷ്ടപ്പെട്ടാൽ അവിടെ വന്ന് മടക്കി തരാൻ, അതല്ല വഴിവക്കിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അവിടെ വന്ന് തിരിച്ചു തരാൻ എന്നോട് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് പകൽ വെളിപ്പെടുന്ന അഭിഷേകം ആലയത്തിൽ മാത്രം നിൽക്കത്തില്ല, അത് ചില വീടുകൾക്കകത്ത് അത് വഴിവക്കിൽ. ഓ ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ട 3 പ്രത്യേകത. 1, ആരും തൊടാത്തവരെ യേശു തൊടും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടും. ആരും കയറാത്ത വീട്ടിൽ യേശു കയറും. ഒറ്റ വാക്കിൽ പറയാം, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നാം ആരാധിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. അങ്ങനെ അനസ്യൂതം യേശുവിൻ്റെ ശുശ്രൂഷ നടക്കുകയാണ്. യഹൂദിയ, ഗലീലിയ, ശമരിയുടെ മണ്ണുകൾ ഇളകുകയാണ്. ആകാശം മുട്ടി നിൽക്കുന്ന യഹൂദന്റെ പാരമ്പര്യം ഇളകുകയാണ്. പൗരോഹിത്യ ലോകം ഇളകുകയാണ്. അങ്ങനെ അസാധാരണമായ അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്ത്
ഗേത്സമന തോട്ടത്തിൽ, ഞാൻ ഈ ദൂതിലേക്കൊന്ന് എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് കൂടെ വരണം. യേശു കർത്താവ് ഗേത്സമന തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. എണ്ണച്ചക്കെന്നർത്ഥമുള്ള ആ തോട്ടത്തിൽ യേശു കഠിന വേദനയോടെ വാവിട്ട് കരയുകയാണ്. യേശു കർത്താവിൻ്റെ രോമകൂപങ്ങൾ തുറന്ന് ചോരത്തുള്ളി പോലെ വിയർപ്പ് തുള്ളികൾ നിലത്തേക്ക് വീഴുകയാണ്. യേശു ആമേ വല്ലാത്ത വേദനയിൽ വാവിട്ട് കരയുകയാണ്. പിന്നത്തേതിൽ 5 മതകോടതി, വിസ്താരം 6 തവണ, പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൽക്കുറ്റിയിൽ കമിഴ്ത്തി കിടത്തി, വളഞ്ഞു കയറുന്ന വടിയുടെ അറ്റത്ത് ആയുധം ഘടിപ്പിച്ച് കരുണയില്ലാതെ യേശുവിനെ അടിക്കുകയാണ്. ആമേ ശാരോനിന്റെ പനിനീർ പുഷ്പമായവൻ, താഴ്വരയിലെ താമരപ്പൂവായവൻ, ആമേ 10,000-ങ്ങളെക്കാൾ സുന്ദരനായ എന്റെ യേശുവിനെ ആമേ സ്വരൂപം വിരൂപമാക്കി ആപാദചൂഡം അടിച്ച് അവനെ പരുവം കെടുത്തുകയാണ്. അങ്ങനെ അടിയേറ്റ് തകർന്ന കർത്താവ് എണ്ണ തുപ്പുന്ന, എനിക്ക് ഈ കരച്ചിലെത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഓട്ടം. ഏലി ഏലി എന്ന് വിളിക്കുന്ന അവിടം വരെ എനിക്ക് എത്തണം. ഹല്ലേലൂയ. യേശു കർത്താവ് പൈൻമര ക്രൂശുമായി ഗൽഗുഥായുടെ നെറുകയിലേക്ക് നടക്കുകയാണ്. യേശു 11 ഇടങ്ങളിൽ വീഴുന്നുണ്ട്. ആ ക്രൂശുമായി യേശു എഴുന്നേൽക്കുകയാണ്. ഞാൻ ദൈവമക്കളോടൊരു ദൂത് പറയാം. യേശു 11 ഇടങ്ങളിൽ വീണു എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ 11 തവണയും എഴുന്നേറ്റു എന്ന് പ്രസംഗിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൂത് ഞാൻ ദൈവമക്കളോട് പറയാം. സാഹചര്യം വീഴ്ത്തിയവരെ അഭിഷേകം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അയ്യോ, ഇത് പോരാ, ശക്തിയോടെ സാഹചര്യങ്ങൾ അടിച്ചിരുത്തിയവരെ അഭിഷേകം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അന്തരീക്ഷങ്ങൾ അടിച്ചിരുത്തിയവരെ അഭിഷേകം എഴുന്നേൽപ്പിക്കാൻ. ഓ, ഉറക്കെ യേശുവേ എന്ന് വിളിച്ച്, ഉറക്കെ യേശുവേ എന്ന് വിളിച്ച്, അയ്യോ ഇതൊരു അത്ഭുതത്തിന്റെ പകലാണ്. എന്നോട് ദൈവം പറയുന്നു, എവിടെ നിന്നെ മറിച്ചിട്ടോ അവിടെ നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ, എടുക്കണ്ട എന്നെ നോക്കിയാൽ മതി. 28-ാം അധ്യായത്തിൽ യാക്കോബ് ഒരു സ്ഥലത്തെത്തി. സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാത്രി പാർത്തു. ഒരു കല്ലെടുത്ത് തലയണയാക്കി വെച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു രാത്രിയിൽ ഏത് കല്ലാണോ തലയിണയായത്, ഒന്നുകൂടെ ആവർത്തിക്കാം, ഒരു രാത്രി ഏത് കല്ലാണോ തലയിണയായത്, പിറ്റേ ദിവസം രാവിലെ ആ കല്ലിനെ അവൻ തൂണാക്കി നിർത്തുകയാണ്. ഹല്ലേലൂയ. എവിടെയാണോ ചാഞ്ഞു കിടന്നത് അവിടെ നിന്നെ നാട്ടി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഈ ചർച്ചിനോടൊരു പ്രവചനം പറയാം. വേരോടെ നിന്നെ പറിച്ചു കളയാൻ, നിന്നെ മറിച്ചിടാൻ വാദിച്ച അന്ധകാര വ്യാപാരങ്ങൾക്ക് നടുവിൽ ദൈവം ഒരു തൂണായി. നിന്നെ വേരോടെ പറിച്ചു കളയാൻ, പട്ടണത്തിൽ നിന്ന് നിന്നെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വാദിച്ച പൈശാചിക ലോകത്തിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, എവിടെ നീ തല പൊക്കരുതെന്ന്, എവിടെ നീ ഉയരരുതെന്ന്, എവിടെ നിന്റെ തല ഉയരരുതെന്ന് പൈശാചിക ലോകം നിനക്കെതിരെ അണിയറയിൽ കണക്ക് കൂട്ടിയോ, അവിടെ തന്നെ നിന്നെ ഒരു തൂണാക്കാൻ, അവിടെ തന്നെ നിന്നെ ഒരു തൂണാക്കാൻ. Oh. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശുശ്രൂഷിച്ചപ്പോഴും ഞാൻ കൂടെ പറയുന്നൊരു വാക്കുണ്ട്. യാക്കോബ് വീടിനകത്ത് നിന്നപ്പോൾ
അമ്മ അവൻ ആടിനെ കറി വെച്ചു കൊടുത്തു. എന്തിനാണെന്നറിയാമോ? അനുഗ്രഹത്തിന് വേണ്ടി. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയാം. പുരയ്ക്കകത്ത് നിന്ന് യാക്കോബിന് അമ്മ ഒത്താശ ചെയ്തത് അനുഗ്രഹത്തിനാ. എന്നാൽ വീട് വിട്ടിറങ്ങിയപ്പോൾ അവന്റെ കൊടുത്തു വിട്ടത് എണ്ണയാ. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? പറയുന്നത് എനിക്കറിയില്ല. ചേർന്ന് രാമേൻ പറഞ്ഞാട്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ. ആമേൻ. എവിടെയാണോ തകർക്കാൻ വെല്ലുവിളിച്ചത് അവിടെ യേശു 11 തവണ ക്രൂശുമായിട്ട് എഴുന്നേറ്റു. ഞാൻ ദൈവമക്കളോട് ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ മാനസികാവസ്ഥ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിൽ മുഴുവൻ നെഗറ്റീവ് ആണെങ്കിൽ യേശു 11 പ്രാവശ്യം ക്രൂശുമായിട്ട് വീണെന്നേ നമ്മുടെ വായി വരത്തുള്ളൂ. നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആണോ, നമ്മൾ അറിയാതെ പറയോ യേശു എഴുന്നേറ്റെന്ന് പറയും. യേശു എഴുന്നേറ്റു, യേശു എഴുന്നേറ്റു. ഹല്ലേലൂയ. നാം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മുടെ മാനസികാവസ്ഥ. സാധാരണ മക്കളില്ലാത്തവർ പലസ്തീനിൽ കിണർ കുഴിക്കാറില്ല. കാര്യം ആര് വെള്ളം കുടിക്കാനാ? തലമുറ ഇല്ലാഞ്ഞിട്ടും ഏറെ കിണർ കുഴിച്ച ഒരാളുണ്ട്, അബ്രഹാം. ഹല്ലേലൂയ. തനിക്ക് പ്രായമേറും തോറും താൻ കിണർ കുടിക്കുകയാ. കാരണം തന്റെ അകത്തൊരു ധൈര്യമുണ്ട്, ഇതിനകത്തുനിന്ന് വെള്ളം കുടിക്കാൻ ഒരുവൻ വരാൻ പോകുകയാണ്. ഇന്ന് ഈ 15ാമത്തെ ദിവസം നിന്റെ സാഹചര്യത്തെ നോക്കിയിട്ട് പറ, ഞാൻ തകരത്തില്ല, ദൈവം എന്നെ ഉയർത്താൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഗാൽഗുഥായുടെ നെറുകയിലെത്തുന്നു. ചതുര വടിവുള്ള 3 ആണികൾ മേൽ യേശു തൂങ്ങപ്പെടുകയാണ്. അസ്ഥികളെല്ലാം ബന്ധം വിടുകയാണ്. തലയിൽ മുൾക്കിരീടം അടിച്ചു താഴ്ത്തിയിട്ടുണ്ട്. ആരോ എഴുതിയൊരു ബുക്കിൽ ഞാൻ വായിച്ചു, 162 മുറിവുകൾ. കഴിയുന്നിടത്തോളം എല്ലാവരും കണ്ണൂർ തന്നെ ശ്രദ്ധിക്കണേ. യേശുവിൻ്റെ തലയിൽ ഒലിവിൻ്റെ എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കിയ പിരിച്ചെടുത്ത മുൾക്കിരീടം. അയ്യോ, ഒരു അണലിപ്പാമ്പ് കൊത്തുന്നതിനേക്കാൾ കഠിനമായ വേദനയോടെ തലയ്ക്കകത്തോട്ട് ആഴ്ന്നിറങ്ങിയ ഈ മുള്ളുകൾ. ചോര ചൂടി അറവശാലയിൽ ഒരു കുറക് തൂങ്ങിക്കിടക്കുന്നത് പോലെ മരണം മണക്കുന്ന ഗാൽഗുഥായുടെ നെറുകയിൽ കാതടപ്പിക്കുന്ന കരച്ചിലോടുകൂടെ എൻ്റെ കർത്താവ് ക്രൂശിൽ കിടന്ന് യേശു കരഞ്ഞ 2-3 വാക്കുകളുണ്ട്. ആദ്യത്തത് പിതാവേ എന്ന് വിളിച്ചാൽ തുടങ്ങുന്നത്. ഇവർ ചെയ്യുന്നത്, എന്നെ കേൾക്കുന്നോ നിങ്ങൾ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ. പിതാവേ എന്ന് വിളിച്ചാണ് ക്രൂശിനെ യേശു നേരിടുന്നത്. എന്നാൽ അവസാനവും യേശു വിളിക്കുന്നുണ്ട്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ തരികയാ. എന്നാൽ നടുവിലെപ്പോഴോ യേശു വിളിയൊന്ന് മാറ്റി, എൻ്റെ ദൈവമേ. ഓ ഹല്ലേലൂയ. വേദനകളുടെ തുടക്കത്തിൽ പിതാവേ എന്ന് വിളിച്ചു തുടങ്ങി. എന്നാൽ നടുക്കെവിടെയോ വേദനകൾ അതിന്റെ കൊടുമുടിയിലോട്ട് കയറിയപ്പോൾ യേശു അറിയാതെ വിളിച്ചു, ദൈവമേ. ഒറ്റ സെക്കൻഡ് കൊണ്ട് യേശുവിന് മനസ്സിലായി, ഇല്ല, വേദനകൾ ബന്ധത്തെ തകർക്കാൻ പാടില്ല. അവൻ തിരിച്ചു പിടിച്ചു, അയ്യോ, അവൻ എൻ്റെ പിതാവ് തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആ ദൂതിലേക്ക് കയറി വരികയാണ്. യേശു കർത്താവ് ഗാൽഗുഥായുടെ നെറുകയിൽ കഠിന വേദനയിൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരു പ്രസംഗകന് പറഞ്ഞ് എത്തിക്കാൻ കഴിയാത്ത സമാനതകളില്ലാത്ത വേദനയുടെ എവറസ്റ്റിൽ യേശു കർത്താവ് ഇങ്ങനെ വേദന ചൂടി കിടക്കുന്നതിൻ്റെ ഇടയിൽ, സാധാരണ ഞാൻ ആ ഭാഗം ശുശ്രൂഷിക്കാൻ എടുക്കുമ്പോൾ 3 ലെസൺസ് ആണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, ഗെത്സമനയിലെ മാനസിക വ്യഥ. രണ്ടാമത്തത് കാൽവറിയിലെ ശാരീരിക പീഡ. മൂന്നാമത്തത് കല്ലറയിലെ നിശബ്ദത. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഗെത്സമനയിലെ മാനസിക പീഡ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ മുറിവിനേക്കാൾ ഭീകരമാണ് മനസ്സിൻ്റെ മുറിവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന് ദൈവസന്നിധിയിൽ എന്താണ് മാർഗം? ഏതെങ്കിലും ആന്റിബയോട്ടിക്കോ ബെറ്റാഡിനോ വാരി തേച്ചാൽ മാറുന്ന മുറിവല്ലേ ദേഹത്തത്. എന്നാൽ മനസ്സിന്റെ മുറിവിന് എന്നാ ചെയ്യും? ആണ്ട് വഴിവക്കിൽ ലൂക്കോസ് 10 ഒരു മനുഷ്യനെ കള്ളന്മാർ അടിച്ച് തകർത്ത് വഴിവക്കിൽ ഇട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശമര്യക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്നെന്ന. അതിന്റെ മലയാളം, എണ്ണ പുറമേ പുരട്ടും, വീഞ്ഞ് അകത്തോട്ട് കൊടുക്കുകയാണ്.
ഇന്ന് പകൽ ഈ യോഗ ആശീർവാദം പറയുന്നതിന് മുൻപ് ആരും കാണാത്ത ചില മുറിവുകളുടെ മേൽ ദൈവത്തിന്റെ വീഞ്ഞ് ഈ സഭയ്ക്കകത്ത് വീഴുകയാണ്. Glory to God. Hallelujah. ആമേൻ. ഗെത്സമനയിലെ മാനസിക പീഡ, അത് 4 വാക്കുകളിലാണ് ആ ഭാഗം. ആമേൻ. യേശുവിനെ വ്യാകുലം പിടിച്ചെന്നൊക്കെ ഞാൻ വായിച്ചിട്ട് അന്താളിച്ചു പോയിട്ടുണ്ട്. ത്രിലോകങ്ങളുടെ ഉടമസ്ഥനായ, എന്നോട് കൂടെയുണ്ടോ, ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയ ആമേ സർവശക്തനായ എൻ്റെ തമ്പുരാൻ ആമേ ഗാൽഗോത്തായുടെ നെറുകയിൽ ആമേൻ ഈ ലൗകികമായ ഒരു ലോക ഗവൺമെന്റിന്റെ ആമേൻ ആമേൻ മുൻപിൽ ഒരു യഹൂദ ജാതിയുടെ മുൻപിൽ യേശു കർത്താവ് വേദന തിന്ന് വ്യാകുലം യേശുവിനെ പിടിച്ചു. യേശു അവിടെ സംഘർഷം അനുഭവിക്കുകയാ. ഗാൽഗുത്തായിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ മരണത്തിൽ, അവൻ്റെ മരണം വരെ അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രയുണ്ട്. ചിലർക്ക് ജീവിക്കാൻ മേല, ചിലർ വിഷം കഴിക്കുന്നു, ചിലർ ആമെ കെട്ടിത്തൂങ്ങുന്നു, വേറെ ചിലർ വെള്ളത്തിൽ ചാടുന്നു. അങ്ങനെ ആമെ കോടിക്കണക്കിന് കോടിക്കണക്കിന് മാനവകുലത്തിന്റെ പാപത്തിന്റെ മുഴുവൻ ഭാരവും ഒരാളിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ പേടി, മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ ഡിപ്രഷൻ, മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ ആൻസൈറ്റി, മനുഷ്യൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ മുഴുവൻ വേദനയും യാതനയും വാരിക്കെട്ടി ഒരാളുടെ നേരെ കൊണ്ടുവരികയാ. ആരുടെയെന്നറിയാമോ? ഒരാമേൻ പറയാമോ? എന്റെ യേശുവിന്റെ നേരെ കൊണ്ടുവരികയാ. ഒരൊറ്റയാളുടെ നേരെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഞാൻ ദൂതിന്റെ അടുത്തെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആ ആത്മാവിൽ ആ ഭാഗം ഒന്ന് കണ്ടേ. നമ്മുടെ യേശു കർത്താവ് സൈന്യാധിപനാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പാടിയത് യേശുവിൻ്റെ ദൈവം എന്നൊക്കെ പാടിയത്. നമ്മുടെ കർത്താവ് അനങ്ങിയാൽ 70,000 ദൂതന്മാർ തൻ്റെ കൂടെ ചലിക്കും. ഒരു നല്ല ആമീൻ പറ. ഒരു ദൂതൻ ഒരു പകല് നിന്നാൽ 1,85,000 പേരെ വെട്ടിക്കൊല്ലും, തുടച്ചു കളയും അത്രയും പേരെ. ആ ദൂതൻ ഒരു ദിവസം നിന്നാൽ 3,00,000 ചില്ലുവാനും പേര് വന്നാൽ രക്ഷയില്ല. ഒരു വിശ്വാസിക്ക് 2 ദൂതന്മാരുടെ കാവലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞത് 7,00,000 പേര് വന്നാൽ രക്ഷയില്ല. ഇതൊരു വിശ്വാസിയുടെ കാര്യം പറയുമ്പോൾ വേൾഡ് പോലീസ് ആകുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കൂടെ 500 പട്ടാളക്കാർ ചലിക്കും. എന്നാൽ എന്റെ യേശുവിന്റെ കൂടെ 70,000 ദൂതന്മാർ. 70,000 ദൂതന്മാർ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഗെത്സമനയിൽ വെച്ച് യൂദ ഉമ്മ കൊടുത്തപ്പോ 70,000 പേര് വാളൂരി. എന്തിനാണെന്നറിയാമോ? അവനെ വെട്ടി തകർക്കാൻ തമ്പുരാൻ കാണിച്ചു. നോ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല? പീലാത്തോസിന്റെ അരമനയിൽ 75 കിലോ തൂക്കമുള്ള 2 മനുഷ്യ പുഴുക്കൾ നിന്ന് യേശുവിനെ അടിച്ചപ്പോൾ 70,000 ദൂതന്മാർ വാളൂരി. എന്തിനാണെന്നറിയാമോ? സൈന്യാധിപനെ അടിക്കുന്നു. സ്വർഗം പറഞ്ഞു നോ. ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന വേദനകൾ നീ അനുഭവിച്ച് മതിയാകൂ. ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വേദനകളെ ഇല്ലാതാക്കാൻ നോക്കരുത്. അതിനെ ആത്മാവിൽ അതിജീവിക്കാനേ നോക്കാവൂ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വേദനകളെ ഇല്ലാതാക്കാൻ നോക്കരുത്. പണ്ടാരോ പറഞ്ഞു, ഞാൻ 3ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു, അതുകൊണ്ട് ഇനി 3ാം ക്ലാസ്സിലെ സാറിനെ തല്ലുകയല്ല, പേടിക്കണ്ട, 4ാം ക്ലാസ്സിലെ സാറിന് കൈവടിയുണ്ട്. ഓരോ മേഖല ജയിക്കുമ്പോഴും അടുത്ത മേഖലയിലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടത് സർവൈവ് ചെയ്യുന്ന ഒരു തലമുറനെയാണ്. ആമേൻ. ഓട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ദൂതങ്ങ് എത്താതെ വരും. അങ്ങനെ യേശു കർത്താവ് ഗാൽഗോത്തായുടെ നെറുകയിൽ കിടന്ന് കരയുകയാ. ആ കരച്ചിൽ ഇങ്ങനെയാ: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. എല്ലാവരും എന്നെ ആഴമായിട്ടൊന്ന് ശ്രദ്ധിക്കാമോ പ്ലീസ്? എൻ്റെ ദൈവമേ പറ. എൻ്റെ ദൈവമേ
നീ എന്നെ കൈവിട്ടതെന്ത്? ആ വാക്യം മാത്രം ഒന്ന് വട്ടമൊന്ന് പിടിച്ച് ആമേൻ. അപ്പൊ ഈ കരച്ചിലിന്റെ പുറകിൽ വ്യക്തമായൊരു റീസൺ ഉണ്ട്. കരച്ചിലിന്റെ പുറകിൽ വ്യക്തമായൊരു റീസൺ ഉണ്ട്. ആ റീസൺ ആ വാക്യത്തിൽ തന്നെ 50 പ്രാവശ്യം എൻ്റെ അടി വരയിടണം. കൈവിട്ടതാണ് പ്രശ്നം. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ? അപ്പൊ ഈ വാക്യത്തിൽ വ്യക്തമായൊരു പ്രോബ്ലം ഉണ്ട്. കൈവിട്ടു. നിങ്ങൾ കേട്ടില്ല? കൈവിട്ടു. ആമേൻ, കൈവിട്ടു. അപ്പൊ ഇതാണ് പ്രശ്നം. കൈവിട്ടതെന്താ? ഒന്നാമത്തെ പ്രശ്നം. 2, ഈ കരച്ചിലിന്റെ പ്രത്യേകത, ഇത് അന്തരീക്ഷത്തിൽ കൂടെ നൂല് പൊട്ടിയ പട്ടം പോലെ അലഞ്ഞു നടക്കുന്ന കരച്ചിലല്ല. ഇത് ആരെ നോക്കിയാണോ കരയുന്നത്, കരയുന്നവന് വ്യക്തമായ ധാരണയുണ്ട്. എന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരാൾ മേളിലുണ്ട്. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, ഏതോ സീരിയലിനകത്ത് നായിക ശവപ്പെട്ടിക്കകത്ത് മൂക്കിനകത്ത് പഞ്ഞിയും വെച്ചുകൊണ്ട് കിടന്ന് അത് ഷൂട്ടിങ് കഴിഞ്ഞ് ആ കാശ് മേടിച്ചുകൊണ്ട് പോയി ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി 7 മണിക്ക് ആ പെട്ടിക്കകത്ത് കിടക്കുന്ന ആ ചേച്ചിയുടെ രൂപം കണ്ട് വീട്ടിലിരുന്ന് കരഞ്ഞ് BP കൂടി ഇവിടെയുള്ള അമ്മമാർ ആശുപത്രി പോവുക. മനസ്സിലായില്ല? അപ്പൊ അവരെന്തിനാ കരഞ്ഞത്? ആ പെണ്ണ് മരിച്ചെന്ന് ഓർത്തോ? ആ പെണ്ണ് അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അയാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കുന്ന കണ്ണുനീര്. പണ്ട് എല്ലാ കണ്ണുനീരും സ്വർഗത്തിൽ ചെല്ലത്തില്ല. കാരണം അങ്ങനെ ഇവിടെ കരയുന്ന എല്ലാ കണ്ണുനീരും സ്വർഗത്തിൽ ചെന്നിരുന്നെങ്കിൽ എന്നേ വെള്ളപ്പൊക്കത്തിന്റെ സമയം കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലത്തില്ല. ലക്ഷ്യബോധമില്ലാത്ത ഒരു കരച്ചിലും മേടി ചെല്ലുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. യേശുവിന്റെ കരച്ചിലിന്റെ പ്രത്യേകത 1, കരച്ചിലിനൊരു റീസൺ ഉണ്ട്. എന്താ റീസൺ? കൈവിട്ട് കളഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. കൂടെ നടന്നവൻ പ്രാഗിട്ട് തന്നെ കരയാഞ്ഞത്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമേ, തദ്ദായി, ശീമോൻ, യൂദ, പിന്നെ ഒരു 70 പേര്, പിന്നെ ഒരു 500 പേര്, പിന്നെ ഭക്ഷണം കഴിച്ച അപ്പം വിളമ്പിക്കൊടുത്ത ഒരു 20,000 പേര്. ഇവരെല്ലാം കൈവിട്ടിട്ട് തന്നെ കരയാഞ്ഞത്. യേശുവിന്റെ വാക്ക്, ആര് കൈവിട്ടാലും ഞാൻ കരയേല. എന്നാൽ എനിക്കൊരാളുണ്ട്, അവൻ നമ്മുടെ ആളുകളുണ്ട്. ആരെങ്കിലും എന്നെ കൈവിട്ടാൽ മതി, എനിക്കൊന്ന് കരയണമെന്ന് ഓർത്ത് നടക്കുന്നവർ. ഞാൻ അവരെ കുറിച്ചല്ല ഈ പറയുന്നത്. യേശുവിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. 1 പത്രോസ് അല്ല, 1 കോടി പത്രോസ് കൈവിട്ടാലും യേശു കരയുകയില്ല. 1 അന്ത്രയോസ് അല്ല, 1.5 ലക്ഷം അന്ത്രയോസ് കൈവിട്ടാൽ യേശു കരയുകയില്ല. പക്ഷെ കരയാൻ കാരണം കൈവിടില്ല എന്ന് ചിന്തിച്ചവൻ കൈവിട്ടു. ആമേൻ. ഹല്ലേലൂയ. ഇനി 3-ാമത്തെ കാര്യം പറഞ്ഞു. എനിക്ക് ആ ദൂതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. 1-ാമത്തത്, എൻ്റെ കരച്ചിലിന് വ്യക്തമായ റീസൺ ഉണ്ട്. ഹലോ, എന്നെ കൈവിട്ടു. 2-ാമത്, ഞാൻ കരയുന്നത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ കറങ്ങി നടക്കുകയല്ല. വ്യക്തമായ ഒരാളുടെ അടുത്തോട്ടായി കരച്ചിൽ പോകുന്നത്. ആരാ? മൈ ഗാഡ്, എൻ്റെ ദൈവം. ഇനി 3-ാമത്തെ വിഷയം. ആമേൻ. എൻ്റെ കരച്ചിലിൻ്റെ 3-ാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് എന്നെ കൈവിട്ടതാണ്. നിങ്ങളെ വാക്കോർക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. ആ എന്നെ എന്നുള്ള വാക്കിനകത്ത് നിൽക്കുന്നത് ധാർഷ്ട്യമല്ല, ഉറപ്പാണ്. ഒന്നുകൂടെ പറയട്ടെ. ചില പിള്ളേർ വന്ന് ചോദിക്കത്തില്ല, ഞാൻ എങ്ങനെ തോറ്റു. അതിൻ്റെ അർത്ഥം എന്നാ? ജയിക്കാനുള്ളത് എഴുതിയിട്ടുണ്ട്. എന്നോടെങ്ങാനും ആൻസർ പേപ്പർ റീടെസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കൊടുക്കുകയില്ല. കാര്യം എൻ്റെ പേടി ഉള്ള മാർക്കൂടെ പോകുമെന്നുള്ളതാണ്. കാര്യം അതിലെന്തെഴുതിയെന്ന് എനിക്കറിയാമല്ലോ. ഒരു കൊച്ചു പറയാം, അമ്മ എനിക്ക് 85 മാർക്കുണ്ട്, നോ, എൻ്റെ 10 മാർക്ക് മിസ്സായിട്ടുണ്ട്, റീടെസ്റ്റിന് കൊടുക്കണം. മക്കളെ, കൊടുത്താൽ ഇത്ര 1000 രൂപ, നോ പ്രോബ്ലം, കൊടുക്കണം. കാര്യം എന്നറിയോ? എൻ്റെ മാർക്ക് ഉറപ്പാണ്. ഇതുപോലെ യേശു ചോദിക്കുക, എന്നെ എന്തിനാ കൈവിട്ടത്? അതിന്റെ കാര്യം എന്നറിയോ? കൈവിടാതിരിക്കാനുള്ള എല്ലാ യോഗ്യതയും എൻ്റെ മേലുണ്ട്.
ഇത്രയും കാര്യം നിങ്ങളുടെ അകത്ത് കയറിയെങ്കിൽ ഇനി എനിക്ക് വളരെ ഈസി ആയിട്ട് ഈ ദൂത് പറഞ്ഞു പോകാം. ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. നിങ്ങൾ ഈ വാക്കിനകത്തൊക്കെ കണ്ടോ വൈകാരികമായ വേലിയേറ്റങ്ങൾ. എൻ്റെ ദൈവമേ, അയ്യോ ദൈവമേ, ചെല്ലു പ്രാർത്ഥിക്കാറില്ല, ഏതെങ്കിലും ദൈവം എന്നെ ഒന്ന് സഹായിച്ചാൽ മതി, അങ്ങനെ പരിപാടിയില്ല. വ്യക്തമായി എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്നെ. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ, പറയാമോ? കൈവിട്ടതൊരു പ്രോബ്ലമാണ്. അതാണ് പ്രശ്നം, കൈവിട്ടു. ഇനി അടുത്തത് വിഷയം, എന്നെ കൈവിട്ടതാ വിഷയം. മൂന്നാമത്തത്, ആരോടാണോ ഇത് പറയുന്നത് വ്യക്തമായ ധാരണയുണ്ട്, എൻ്റെ ദൈവം. ഒരു നല്ല ആമേൻ പറയാമോ? ഇനി ഈ കരച്ചിൽ, ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു വെച്ച്, ബൈബിളിൽ ഒരു 18 കരച്ചിൽ വാക്യം ഉൾപ്പെടെ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ പ്രസംഗ തൊഴിലാളിയാകും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ കരച്ചിൽ പറഞ്ഞു വെച്ചു, ബൈബിളിൽ ഒരു 18 കരച്ചിൽ ഞാൻ വാക്കിയെടുത്ത് നിങ്ങളോട് പ്രസംഗിച്ചാൽ 2 മണിയാകുമ്പോൾ ഞാൻ പച്ചയ്ക്ക് പ്രസംഗ തൊഴിലാളിയാകും. എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ കരച്ചിലൊക്കെ നമുക്ക് ആത്മാവിലൊന്ന് കയറി നോക്കാം. കൂടെ നിൽക്കാമോ? ലോകത്തിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ മേലാത്ത ഒരേ ഒരു പരിപാടി കരച്ചിൽ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് വർഷിപ്പ് ചെയ്ത കർത്താവിൻ്റെ ദാസന്മാർ എത്ര ബ്ലെസ്സഡ് ആയിട്ടാണ് അവരെ വർഷിപ്പ് ചെയ്തത്, എത്ര സന്തോഷത്തോടെയാണ്. പക്ഷേ ഞാനിവിടെ വന്ന് കയറുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, വർഷിപ്പ് ചെയ്യുന്ന 2 പേരും കൂടെ പുറകിൽ നിന്ന് നമ്മൾ കേൾക്കാതെ പ്ലാൻ ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാതെ പതുക്കെ പാടി നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സ്കെയിൽ വേണോ, വേണ്ട മറ്റേ സ്കെയിൽ മതി, ആ സ്പീഡ് വേണോ, ഈ സ്പീഡ് വേണോ. അപ്പോൾ ആ വർഷിപ്പിൻ്റെ പുറകിൽ ഒരു ചെറിയ പ്ലാനിങ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് യോഗത്തിന് വരാൻ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ്, നിങ്ങൾ വാദിക്കാൻ വന്നപ്പോൾ ഡ്രസ്സ് ഓടി വന്ന് നിങ്ങളെ കയറി ചുറ്റിയതല്ല, നിങ്ങൾ സെലക്ട് ചെയ്തതാ. ഹല്ലേലൂയ. ആമേൻ. ഉപവാസമല്ലാത്തവർ രാവിലെ എന്തെങ്കിലും കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ വന്നപ്പോൾ മേശപ്പുറത്തെ അല്ല, നിങ്ങൾ പ്ലാൻ ചെയ്തതാ. എന്നാൽ ലോകത്തിൽ പ്ലാൻ ചെയ്യാൻ മേലാത്തൊരു സാധനം കരച്ചിലാണ്. കാര്യം എന്നാണെന്നറിയാമോ? ഇത് വൈകാരികമായൊരു വേലിയേറ്റമാണ്. ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ആഴത്തിൽ ചോദിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പനോട് നിങ്ങൾക്ക് പോയി ചോദിക്കോ, പപ്പ മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കരയേണ്ടെന്ന്? ഒന്നുകൂടെ പറയട്ടെ, ജീവനോടെ ശ്വാസം വലിച്ച് ആരോഗ്യത്തോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പനോട് മക്കൾക്ക് ചോദിക്കാൻ പറ്റുമോ, പപ്പ മരിക്കുമ്പോൾ ഞാൻ ഏത് ട്യൂണിലാ കരയും? നോ. പ്രീ പ്ലാൻ ചെയ്യാൻ മേലാത്ത ലോകത്തിലെ ഏക കാര്യം കരച്ചിലാണ്. ഹല്ലേലൂയ. നേരത്തെ പ്ലാൻ ചെയ്ത്, അത് വൈകാരികമായ ഒരു വേലിയേറ്റമാണ്. അത് ആ സമയത്ത് എങ്ങനെ വരുന്നോ അങ്ങനെ അണക്കെട്ട് തകർത്തത് പുറത്തു വരും. എന്നാൽ ശ്രദ്ധിക്കണം, ലോക ചരിത്രത്തിൽ ഒരാൾ കരയുന്നതിന്, എന്നെ കേൾക്കുന്നുണ്ടോ? ലോക ചരിത്രത്തിൽ ഒരാൾ കരയുന്നതിന് 1000 വർഷത്തിന് മുമ്പ് കരയുന്നവൻ പറയേണ്ട വാക്കിന് പ്ലാൻ ചെയ്തു വെച്ച ഒരൊറ്റ കരച്ചിലേ ഉള്ളൂ. അത് യേശുവിന്റെ കരച്ചിലാണ്. ഈ ദൂത് നിങ്ങളുടെ അകത്തെത്തും. ഇതൊരു അത്ഭുതത്തിന്റെ പകലായി മാറും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. യേശു കർത്താവിന് ശ്രദ്ധിക്കണം. യേശുവിന് 1000 years back ഒരു പ്രവാചകൻ, എന്താ പേര്? ദാവീദ് പ്രവാചകനാണോ? അതെ. അപ്പോസ്തലപ്രവൃത്തി 1:16 ദാവീദ് പ്രവാചകനാണ്. ആ മനുഷ്യൻ ഒരു സങ്കീർത്തനം എടുത്ത് ഒറ്റ എഴുത്താൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അദ്ദേഹം പ്രവചിക്കുമ്പോൾ യേശു ഭൂമിയിലില്ല. നിങ്ങൾ മിണ്ടുന്നുമില്ല. അദ്ദേഹം പ്രവചിക്കുമ്പോൾ യേശുവിനെ പ്രസവിക്കാനുള്ള മറിയ ഭൂമിയിലില്ല. അദ്ദേഹം പ്രവചിക്കുമ്പോൾ മറിയ പ്രസവിക്കാനുള്ള അമ്മയുടെ ഗർഭപാത്രവും ഭൂമിയിലില്ല. 1000 വർഷം. നിങ്ങൾ എത്ര പേര്? അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തന്റെ ചർച്ചിനോട് ഞാനൊരു ദൂത് പറയട്ടെ. ഒരു അഭിഷേകമുള്ളവന്റെ കരച്ചില് 1000 വർഷത്തിന് മുമ്പ് അത് സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. 2025 നീ കരഞ്ഞ കരച്ചിൽ നീ ജനിക്കുന്നതിന് മുൻപ് എന്റെ ദൈവം സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പ്രശ്നം ഉണ്ടായപ്പോ
ഒന്നും അറിയാതെ കരഞ്ഞവരാ അല്ലേ? ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒന്നും അറിയാതെ കരഞ്ഞവരാ. എന്നിട്ട് നിങ്ങൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ നവംബർ മാസം വല്ലാതെ കരഞ്ഞു. കർത്താവ് ഇരുന്ന് ചിരിക്കും. അതിൻ്റെ കാര്യം എന്നറിയാമോ? 1000 വർഷത്തിന് മുമ്പേ ആത്മാവുള്ളവൻ്റെ കരച്ചിൽ സ്ക്രീൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എയർപോർട്ടിൽ കൂടെ, എന്നോട് കൂടെ വരാമോ? എയർപോർട്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പെട്ടിയും അവർ തുറന്നു നോക്കാത്ത എന്നാന്നറിയാമോ? ഓർക്കുന്നില്ലേ? സ്ക്രീൻ ചെയ്യുന്ന ഒരു മെഷീൻ്റെ അകത്തൂടെ കയറ്റിവിടുമ്പോൾ നിങ്ങളുടെ പെട്ടിക്കകത്തിരിക്കുന്ന ഓരോന്നും അവിടെ ഇരിക്കുന്ന ഓഫീസർ കാണുന്നുണ്ടെങ്കിൽ ഒരു ദൂത് വേണേ പിടിച്ചോ. അഭിഷേകമുള്ളൊരു ദൈവപൈതലിന്റെ ലൈഫിൽ നേരിടുന്ന ഏത് പ്രശ്നവും ദൈവം തമ്പുരാൻ സ്ക്രീൻ ചെയ്യുകയാ. എത്ര പേര് കരം തട്ടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഒരു ലിമിറ്റിന്റെ അപ്പുറത്ത് ആ വേദന നിന്നെ ബാധിക്കാതിരിക്കാൻ ആ വിഷയത്തിന്റെ മേൽ ഹല്ലേലൂയ. ഞാൻ ഒരു വാക്ക് കയറ്റി പറയാം. ഞാൻ ആ ദൂതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ദൂതിനോട് ബന്ധമായി പറയാം. അബ്രഹാം വാള് തേച്ചത് ഇസ്ഹാക്കിന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ടാ. ദൈവം വാള് തേപ്പിച്ചത് ആടിന്റെ കഴുത്ത് വെട്ടിക്കാനാണ്. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കുകയില്ല. കാര്യങ്ങളെല്ലാം ദൈവം തിരിക്കാൻ പറയാൻ. ഓ റബല ഹദരഗഡഗസിയാന. എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ എന്റെ മേൽ വാഴുന്ന പരിശുദ്ധമ പറയുന്നു, 2026 നിന്റെ സഭ നീ ചിന്തിക്കാത്തൊരു ലെവലിലേക്ക് നിന്റെ വേദന ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത്, 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, ഒരു ദൈവഭക്തന്റെ 10 തലമുറ, ഇതെല്ലാം കൂടെ ചാരമാകാൻ ദൈവം അനുവദിച്ചോ എന്ന് ചോദിച്ച് ദൈവത്തോട് തല്ലുകൂടുന്നതിനേക്കാൾ നല്ലത് 7000 ആടിന്റെ ചാരത്തിനകത്ത് 14000 ആടുണ്ടെന്ന് ദൈവം തെളിയിക്കുന്ന സീസൺ. ഒന്നുകൂടെ പറയാ, പിശാചും നിന്റെ മുമ്പിൽ കൂട്ടിയിട്ട ചാരത്തിന്റെ അകത്ത് നിന്റെ വാഗ്ദത്തങ്ങളുടെ ഇരട്ടിപ്പുകൾ ഞാൻ ഇന്ന് പകൽ വളരെ പ്രതീക്ഷയോടെ സഭയോടൊരു ദൂത് പറയാം. ഇന്ന് നിന്റെ വീടിന് മുമ്പിൽ പിശാച് കൂട്ടിയിട്ട ചാരം നാളെ കോരിക്കൊണ്ട് എറിയേണ്ടി വരില്ല. ആ ചാരത്തിന്റെ അകത്തുനിന്ന് 14000 ആട് കേറി വരുന്ന എന്തോ ഈ അന്തരീക്ഷത്തിൽ പരിശുദ്ധമായി ചലിക്കുന്ന ഞാൻ ഒരു വാക്കോട് ദൈവമക്കളോട് പറയാം. ചിലത് ചാരമാകാൻ ദൈവം അനുവദിക്കുന്നത് ചാരത്തെ പണിയാൻ ദൈവത്തിന് പവർ ഉള്ളത് കൊണ്ടാണ്. ഒന്നൂടെ ചിലത് ചാരമാകാൻ ദൈവം അലൗ ചെയ്യുന്നതിന്റെ കാരണം ആ ചാരത്തെ മോൾഡ് ചെയ്യാൻ. ലാസറേ, നിന്നെ ശവക്കല്ലിൽ ഇറങ്ങാൻ ദൈവം അനുവദിച്ചത് നിന്നെ കയറ്റാൻ ദൈവത്തിന് പവർ ഉള്ളത് കൊണ്ടാ. അബ്രഹാമേ, തലമുറയില്ലാത്ത 100ാമത്തെ വയസ്സ് ദൈവം നിനക്ക് സമ്മാനിച്ചത് തലമുറയെ നിനക്ക് തരാൻ ദൈവത്തിന് പവർ ഉള്ളത് കൊണ്ടാ. വിശ്വാസം ഉണ്ടെങ്കിൽ കൈ ഉയർത്തി ഹല്ലേലൂയ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ ഒരു ദൈവഭക്തന്റെ കരച്ചിൽ, ഏങ്ങലടികൾ, പെരുമൂച്ചുകൾ, അവന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ, ലിപിയില്ലാത്ത അവന്റെ തൊണ്ടയിൽ കെട്ടിയ ദുഃഖത്തിന്റെ ഭാഷകൾക്ക് ലിപിയുള്ള ഒരു സ്ഥലമുണ്ട്, തമ്പുരാന്റെ സന്നിധിയാണ്.
ഹല്ലേലൂയ. വാ തുറന്ന് കരയാൻ പോലും കരുത്തില്ലാതെ ഒരു ഭ്രാന്തിയെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ അമ്മ ഇരുട്ടിന്റെ മറവിൽ അമ്മ പില്ലോ തലയിണ പൊത്തിപ്പിടിച്ച് നീ ഏങ്ങലടിക്കുമ്പോൾ ആ ഏങ്ങലടിക്ക് ഭാഷ ഉണ്ടാക്കുന്ന ഒരാള് സ്വർഗത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ നിങ്ങൾ ഈ ദൂത് ആഴമായി നിങ്ങളുടെ മനസ്സിലൊന്ന് പിടിച്ച്, യേശു കർത്താവ് കരയുന്നതിന് 1000 years back, 1000 വർഷത്തിന് മുമ്പ് യേശുവിൻ്റെ ആ കരച്ചിൽ സ്ക്രീൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നലെ കരഞ്ഞത് പെട്ടെന്നുണ്ടായതല്ല. നിങ്ങൾ 2022 കരഞ്ഞത് പെട്ടെന്നുണ്ടായതല്ല. ആ കരച്ചിലിന് ദൈവം സ്ക്രീൻ ചെയ്തു. ആ കരച്ചിൽ എവിടം വരെ പോകുമെന്ന് ദൈവം അതിരിട്ടു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ 1-2 കാര്യം പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോയി. 1000 വർഷത്തിന് മുമ്പ് യേശുവിൻ്റെ കരച്ചിലിൻ്റെ ഭാഷ എഴുതി വെച്ചു പുസ്തകം. 750 വർഷത്തിന് മുമ്പ് യേശു ദുഷ്ടന്മാരുടെ നടുവിൽ കിടക്കും എന്ന് എഴുതി വെച്ചു പുസ്തകം. അവരവന് ദുഷ്ടന്മാരോടുകൂടെ പറ 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 ശവക്കുഴി കൊടുത്തു. ഞാൻ ഒരു വാക്ക് ദൂതായിട്ട് പറയാം, അവർ കൊണ്ടിടുന്നത് ദുഷ്ടന്മാരുടെ നടുക്കാണ്, അവൻ കിടക്കുന്നത് മന്ത്രിമാരുടെ ഇടയ്ക്കാണ്. ഹല്ലേലൂയ. അയ്യോ, നല്ല നല്ല വൃത്തിയായിട്ടൊന്ന് കൈയടിച്ച് ആമേൻ പറയാവോ? ഹല്ലേലൂയ. ആമേൻ. നീ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആമേൻ, നീ തകരണമെന്ന് ചിന്തിക്കുന്നവർ, നിന്റെ കുടുംബം മുക്കോണം മുടിഞ്ഞുമ്മം കുരുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അടങ്ങ പകയും ഒടുങ്ങ കലിയും കൊണ്ട് നിന്നെ ദുഷ്ടന്മാരുടെ നടുക്ക് പൂട്ടാൻ നോക്കുമ്പോൾ ആ ചരിത്രത്തെ പൊളിച്ച് ആരെയും വെച്ചിട്ടില്ലാത്ത മന്ത്രിമാരുടെ സാധാരണ അമ്മ എന്റെ ഉള്ളത്തിൽ വന്ന് നിറയുന്ന ഒരു ദൂത് ഞാൻ പറയാം. ആ വിചാരത്തിന്റെ പിൻബലത്തിൽ അരമുറിക്ക് നിൽക്കുന്ന ഇസബേലെ 850 പ്രവാചകന്മാർ ഒരുത്തനെ പോലെ ഏലിയാവിനെ വെട്ടിപ്പൂളി റോട്ടിലിടാമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന് ശവപ്പെട്ടി പോലും അനുവദിക്കാതെ, എനിക്കറിയില്ല 15ാമത്തെ ദിവസം സാത്താന്യ പദ്ധതികൾ ഇവിടെ ഇടിഞ്ഞിളകുകയാണ്. ചില കുടുംബങ്ങൾക്കെതിരെ, ചില തലമുറകൾക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ പൈശാചിക അജണ്ടകൾ. അഭിഷേകമുള്ളവൻ ആത്മാവിൽ തീ പിടിച്ചു കാണിക്കേ. ഇതൊരു സാധാരണ പകലല്ല. ആമേ. ചിലത് ദൈവം മറിക്കുകയാ. Oh God. Oh. ഞാൻ ഒരു വാക്ക് ഇങ്ങനെ ഒന്ന് ആത്മാവിൽ പറയട്ടെ. ആമേ. ശമര്യയുടെ പടിവാതിക്കൽ ആമേ കഴുതത്തലയും പ്രാകാഷ്ടവും പീഠത്തിൽ വെച്ച് വിൽക്കുന്ന ഒരു സീസൺ. കഴുതത്തലയും എന്നോട് കൂടെയുണ്ടോ? കഴുതത്തലയും പ്രാകാഷ്ടവും പീഠത്തിൽ വെച്ച് അവരതിന് വില പറയുമ്പോൾ പ്രവാചകന്റെ അഭിഷേകം പറഞ്ഞു, നാളെ ഈ നേരത്ത് കഴുതത്തല ഇരുന്നിടത്ത് ഗോതമ്പിരിക്കുമെന്ന്. ഞാനൊരു വ്യാഖ്യാനം പറയാം, വേണേ എടുത്താ മതി. ഗോതമ്പന്റെ യേശുവാണെങ്കിൽ, കഴുതത്തല ശാപമാണെങ്കിൽ അതിനെ മറിച്ചിടാൻ പൂട്ടാതെ വാ തുറന്ന് നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ആമേ അടങ്ങിയിരിക്കുന്ന ആ ശാപത്തെ മറിക്കാൻ. നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുകയാ. നിന്റെ അടച്ചിട്ടേച്ചു പോകുന്ന വീട്ടിൽ ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു, ചില ശാപങ്ങൾ ഇന്ന് പകൽ മറിയുന്നു. പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളെ ഈ നേരത്ത് ആ പീഠത്തിൽ കഴുതത്തല കാണുകയില്ല.
എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൂപ്പന്റെ കാലം മുതൽ നിന്റെ വീടിനകത്ത് ആമേ സമരം പ്രഖ്യാപിച്ച ആ സാത്താന്യ ശാപത്തിന്റെ അടിവേരുണ്ടല്ലോ, അതിനെ മറിക്കാൻ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓ കമോൺ, ആത്മാവുള്ളവർ ആരാധിച്ചു തുടങ്ങിക്കേ. ആമേ, ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് തമ്പുരാൻ അതിനെ മറിക്കുന്നു, അതിനെ മറിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളൊന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് ആമേ, ആ കഴുതത്തലെ ആ പീഠത്തിൽ ഇനി കാണുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ? ഒരാൾ സ്വപ്നം കാണുന്നു, എന്നിട്ട് വ്യാഖ്യാനിക്കുന്നതൊക്കെ ഒരു യവയപ്പം ഉരുണ്ടി ചെന്നു, അത് കൂടാരം വരെ എത്തി, എന്നിട്ട് അത് കൂടാരത്തെ തള്ളി മറിച്ചിട്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്നുകൂടെ ഒന്ന് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു യവയപ്പം കൂടാരം വരെ ഉരുണ്ട് ചെന്ന് കൂടാരത്തെ തള്ളി. നിങ്ങൾ എത്ര വർഷമായിട്ട് ഗോതമ്പപ്പം ഉണ്ടാക്കുക? എത്ര വർഷമായിട്ട്? ഇപ്പോഴല്ലേ പിള്ളേരെല്ലാം ഈ മൊബൈലിൽ കളിക്കുന്നത്. പണ്ടൊക്കെ സൈക്കിളിൻ്റെ ടയറൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഓർക്കുന്നില്ല, അങ്ങനെയൊക്കെ അല്ലേ? ഒരു ബൈക്കിൻ്റെ പഴയ ടയറൊക്കെയാണ്, അത് ഓടിച്ചുകൊണ്ടൊക്കെ പോയി. അങ്ങനെയൊക്കെയാണ് പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നത്. ആമേൻ. ഏതെങ്കിലും ഒരു അമ്മ ഗോതമ്പപ്പം ഉണ്ടാക്കി പിള്ളേർക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടോ? ചുമ്മാ ചിന്തിച്ചേ. അതിൻ്റെ കാര്യം എന്നാ? അതിന് ഉരുളാൻ പറ്റിയില്ലാത്തതുകൊണ്ട്. യവയപ്പം ഉരുളത്തില്ല, നിങ്ങളുടെ ഗോതമ്പപ്പം ഉരുളത്തില്ല. പക്ഷെ ഈ പുസ്തകം എഴുതി ഈ യവയപ്പം ഉരുണ്ടി എന്നു. അതിൻ്റെ അർത്ഥം അത് ഉരുണ്ട് പോകണമെങ്കിൽ അതിൻ്റെ ഘടന മാറണം. ഒന്നിനും കൊള്ളുകയില്ല. അത് നിവർന്ന് നിൽക്കാൻ കരുത്തില്ലാത്ത നിന്നെ 15ാമത്തെ ദിവസം ആശീർവാദം പറയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് വാഴുന്ന പൈശാചിക ലോകത്തിന് ഭീഷണിയായി ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ. ഓ, ഈ ഹോളിനകത്ത് ആത്മാവ് ചലിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കുന്നു. ബലഹീനമായ ചിലതിനെ ബലപ്പെടുത്താൻ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം മനഃപൂർവ്വം വിടുകയാണ്. അവനവന്റെ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിലോ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. അപ്പൊ ഈ 850 പേരുടെ ഡെഡ് ബോഡിക്ക് അപ്പുറത്ത് ഏലിയാവിന്റെ ഡെഡ് ബോഡിയും കൂടെ വെക്കാമെന്ന് ഇസബേൽ ചിന്തിച്ചെടുത്താ തെറ്റിയത്. അതങ്ങനെ വെക്കാൻ പറ്റിയ ബോഡിയല്ല. ഹല്ലേലൂയ. ഒരു ചുഴലിക്കാറ്റ് വന്ന് പൊക്കിക്കൊണ്ട് പോകാനുള്ള ശരീരമാണ്. അപ്പൊ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ലോകം നിനക്ക് മരണം വിധിച്ചാൽ നിനക്ക് മരണം ഇല്ലെന്ന് വിധിക്കുന്നവനാണ് ദൈവം. ആരൊക്കെയോ നിന്റെ വീടിനെ നോക്കി പറഞ്ഞത് ഇന്ന് ദൈവം ക്യാൻസൽ ചെയ്യാൻ പോയാ. എന്റെ ദൈവമേ, നല്ലൊരാ. ആരൊക്കെയോ നിന്റെ തലമുറയെ നോക്കി പറഞ്ഞത് ഇന്ന് സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു. 15ാമത്തെ ദിവസം ദൈവത്തിന്റെ ടൈമാണ് ഇന്ന്. ഇന്ന് ഇന്ന് ദൈവം ചിലത് ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കഴുതയുടെ പുറത്ത് കയറി വരുമെന്ന് സെക്കരിയാവ് എഴുതി. അവനെ വിൽക്കുന്നത് 30 രൂപയ്ക്കാണെന്ന് സെക്കരിയാവ് എഴുതി. യേശു വരുന്ന സ്ഥലം എഫ്രാത്തയാണെന്ന് ഈ പുസ്തകം എഴുതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് അബദ്ധത്തിൽ വന്നതല്ല. അപ്പം ഞാൻ അവൻ്റെ കണ്ണുനീരിൻ്റെ കരച്ചിലിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശുവിൻ്റെ കരച്ചിലിൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിൻ്റെ ഇന്ന് പകൽ ഈ യോഗത്തിനകത്തിരിക്കുമ്പോൾ വൈകാരികമായ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാം. ധാരാളം ആൾ, കർത്താവേ എൻ്റെ കൊച്ചിൻ്റെ വിവാഹം. ഞാൻ നേരത്തെയൊക്കെ എൻ്റെ പ്രസംഗത്തിൽ സാധാരണ ഈ ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. കർത്താവ് ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതം മാനസാന്തരമാണ്. അതൊക്കെ സത്യമാണ് കേട്ടോ. ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതം
മാനസാന്തരം തന്നെയാണ്. ബൈബിളിലെ ഏറ്റവും വലിയ മിറക്കിൾ മാനസാന്തരമാണ്. കാര്യം ധൂർത്തുപുത്രനെ കണ്ടപ്പോൾ അപ്പൻ ഓടിയെന്നാ. സ്വർഗം ഇളകണമെങ്കിൽ മാനസാന്തരം നടക്കണം. പക്ഷേ ആ ദൂത് ജനത്തെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സാധാരണ പറയും, നിന്റെ മുഴയും നിന്റെ കുഴയും നേരെയാക്കാനല്ല യേശു വന്നെന്ന് ഞാൻ ഒരു ഭാഷ. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആമേൻ ഈ മുഴ നിമിത്തം ഒരാൾ നേരിടുന്ന വെല്ലുവിളികളും മാനസിക സംഘർഷങ്ങളും കണ്ടപ്പോൾ ഞാൻ നിരുപാധികം ആ വാക്ക് പുറകോട്ട് വലിച്ചു. കാര്യം, കുളിക്കാൻ ബാത്റൂമിൽ കയറി ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് സോപ്പിട്ട് ശരീരം ഒന്ന് തടവി തൂക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തടിപ്പ് കണ്ടാൽ മതി നിന്റെ ഉറക്കം പോകാൻ. ഏതോ ആശുപത്രി ചെന്നിട്ട് ബയോപ്സിക്ക് വേണ്ടി ഒരു അല്പം വെട്ടിക്കുത്തി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ ജീവശവമായി കാത്തിരിക്കുന്ന എത്ര പേര് ഈ പട്ടണത്തിലുണ്ട്. ആമേ, ചെറുതല്ല. ആമേ, ഞാനന്ന് പറഞ്ഞു ഒരു വാക്കാ, നിന്റെ കുഴ നേരെയാക്കാനല്ലെന്ന്. ആമേ, എൻ്റെ അമ്മ നടന്നു പോയ വഴിക്ക് കാലൊന്ന് ചെറുക വഴുതിയിട്ട് അമ്മയുടെ ഷോൾഡർ പോയിട്ട് വീടിന്റെ വാതിൽ പടിക്കിട്ടൊന്ന് ഇടിച്ചു. നിലത്ത് വീടില്ല, വാതിൽ പടിക്കിട്ടൊന്ന് തട്ടി. ഈ ഷോൾഡർ താഴോട്ടിറങ്ങി. അത് അസ്വസ്ഥമായി. ആശുപത്രി കൊണ്ടുപോയി. 2 ആഴ്ചയായി 3 ആഴ്ചയായി കൈ പൊങ്ങുന്നില്ല. പിന്നെ ഒരു ഓപ്പറേഷൻ നടന്നു. ലക്ഷത്തിലധികം രൂപ ചെലവായി. എൻ്റെ അമ്മ വീട്ടിലിരിക്കുക, കൈ പൊക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി ഇതൊന്നും ചെറുതല്ല, ഇതൊന്നും ചെറുതല്ല. ഞാൻ അതിനെ ഒന്നും നിന്ദിക്കുന്നില്ല. വീടില്ലാത്തവന് വീടൊരു പ്രശ്നമാണ്. മഴയത്ത് വണ്ടിയില്ലാതെ ബൈക്ക് നനഞ്ഞ് കുതിർന്ന് പോകുന്നവന് വണ്ടി ഒരു പ്രശ്നമാണ്. പക്ഷെ യേശുവിൻ്റെ കരച്ചിലിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ കരച്ചിൽ വണ്ടിക്കും വീടിനും വേണ്ടിയുള്ള കരച്ചിലല്ലായിരുന്നു. ഈ കരച്ചിൽ വേറെ ഒരു കരച്ചിലാണ്. എത്ര പേരിനോടൊപ്പം സഞ്ചരിക്കുമെന്ന് എനിക്കറിയില്ല. ഈ കരച്ചിൽ ലൗകിക ലോകത്തിന്റെ സ്ഥാപന ജംഗമ ഭൗമിക ഭൗതിക ഈ നന്മകൾ, ഈ മണ്ണ്, ഈ ഉതിർന്നു പോകുന്ന ഉപ്പ് മണ്ണിലെ ഒരു താൽക്കാലികമായ കണ്ണുനീരല്ല യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്നത്. ഈ കണ്ണുനീര് വേറെ ഒരു കണ്ണുനീരാണ്. ഈ കണ്ണുനീരിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ബൈബിളിലെ 2-3 ഭാഗങ്ങളിൽ കൂടെ 2 മണി വരെയുള്ള സമയത്ത് നമ്മളൊന്ന് ഓടാൻ പോകുകയാ. എത്ര പേരുടെ കൂടെയുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ കരയേണ്ടി വരുമെന്ന് പ്രസംഗിക്കാനല്ല ഈ 15ാമത്തെ ദിവസം ഞാൻ നിൽക്കുന്നത്. അവന്റെ കരച്ചിൽ നിങ്ങളുടെ ചിരിയായി മാറാൻ പോകുകയാ. ഹല്ലേലൂയ. ഞാൻ നേരെ പോകുന്നത് മോറിയയിലേക്കാണ്. നിങ്ങളെ വാക്യമൊന്നും എടുക്കണ്ട, ഓരോന്ന് എടുത്തെടുത്ത് പറയാൻ ആവേശമുണ്ട്. 4 കണ്ണുനീരിൽ കൂടെ പോകാം പെട്ടെന്ന്. 1 മോറിയയിലെ കരച്ചിലാണ്. മെസപ്പൊട്ടോമിയൻ വ്യാപാരത്തിനകത്തുനിന്ന് അച്ചിലിട്ട് ദൈവങ്ങളെ വിറ്റ് വില പറഞ്ഞ് ഉദരപൂരണം നടത്തിയ ഒരു മനുഷ്യൻ യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്ത് ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ ആ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് പോരാട്ടം മാറുന്നില്ല. നമ്മുടെ ചിന്തയിൽ പറ്റിയ അപാകതയാ. മോശ ദൈവത്തോട്, എന്നെ കേൾക്കുന്നുണ്ടോ എല്ലാവരും? മോശ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, നീ എന്നോട് സംസാരിച്ച ശേഷവും ഞാൻ വിക്കനാന്ന്. ഹലോ, ചെല്ലു പറയുന്നത്, അയ്യോ 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിക്കനാണ്. ഉപവാസം. മോശ ദൈവത്തോട് പറയുക, നീ എന്നോട് സംസാരിച്ച ശേഷവും ഞാൻ വിക്കന. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? മോശയുടെ ഉള്ളിലത്തൊരു സാധനം കയറി ദൈവം മിണ്ടി. പിറ്റേ ദിവസം എൻ്റെ വിക്ക് മാറി, ഞാൻ പ്രസംഗിച്ച് കലാതിലകം പട്ടം മേടിക്കും. പക്ഷെ ചിന്ത തമ്പുരാൻ പൊളിച്ച് നിരത്തി. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടത് വിക്ക് മാറ്റി നിന്നെ ഉപയോഗിക്കാനല്ല, ആ വിക്ക് വെച്ചോണ്ട് നിന്നെ ഉപയോഗിക്കാനാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയാ, ഇന്ന് നീ അനുഭവിക്കുന്ന ചിലതൊക്കെ മാറിയാൽ ആ കൃപ നിന്റെ കൂടെ കാണുകയില്ല. കൃപയില്ലാത്ത സൗഖ്യത്തെക്കാൾ നല്ലത് രോഗത്തോടു കൂടിയ കൃപയല്ലേ? ആമേൻ പറഞ്ഞില്ലല്ലേ? എൻ്റെ പൊന്നു പാസ്റ്ററേ, ഹല്ലേലൂയ. ഇതെല്ലാം മാറുമെന്നറിയാനാ ആ ലിഫ്റ്റ് കയറി വന്നിറങ്ങിയത്. ദോഷം പറയരുത്. ഇല്ല, നിങ്ങൾക്കൊരു വലിയ വീട് ദൈവം തന്നിട്ട് ആ വീട് നിങ്ങളുടെ വീട്ടുപ്രാർത്ഥനയും ആരാധനയും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹമാണോ ശാപമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക.
ഒരു പൈസ പോലും കയ്യിലില്ലായിരുന്നു നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് തന്നിട്ട് അതിനെ നോക്കി പാട്ടും പ്രാർത്ഥനയെ നശിപ്പിക്കുന്നെങ്കിൽ ആ ഡെപ്പോസിറ്റ് നന്മയാണോ തിന്മയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നോക്ക്, അബ്രഹാമിന് അവൻ ദൈവത്തെ തേടി ഇറങ്ങി. ഞാൻ ഇടയ്ക്ക് 1-2 ദൂതുകൾ ഇങ്ങനെ തട്ടി പറഞ്ഞു പോകാം. അബ്രഹാം യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്താ ദൈവത്തെ ആരാധിക്കാൻ പോയത്. ഒരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ചരിത്ര പുസ്തകം മുഴുവൻ എടുത്തു നോക്ക്. അബ്രഹാം എങ്ങനെ യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്തെന്ന് ഒരു ചരിത്രത്തിലും രേഖയില്ല. കമ്പെ കുത്തി ചാടിയോ, ചങ്ങാടത്തെ കയറി അക്കരെ പോയോ, വള്ളത്തെ പോയോ, നീന്തിയോ അറിയത്തില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി അബ്രഹാം ഒരു നദി കടന്നപ്പോൾ അവന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കടൽ വറ്റിക്കുകയാ. തോട് കടന്നാൽ തലമുറയ്ക്ക് വേണ്ടി ഒരു കടൽ വറ്റിക്കാൻ. ശ്രദ്ധിക്ക്, അബ്രഹാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി. ഉൽപ്പത്തി 16 ആമേ സാറ എടുക്കണ്ട മച്ചി. ഉൽപ്പത്തി 25 റിബേക്ക മച്ചി. ഉൽപ്പത്തി 30 റാഹേൽ മച്ചി. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ഒരു വീട്ടിലെ 3 ജനറേഷൻ നൺ പ്രൊഡക്ടിവിറ്റി, തലമുറകളില്ല. 3 പേരുടെ ഗർഭം സാത്താൻ അടയ്ക്കുക. അപ്പൊ ആരാധിക്കാൻ ഇറങ്ങിയത് കൊണ്ട് എല്ലാം തുറക്കുമെന്ന് ചിന്തിക്കരുത്. അബ്രഹാമിന് ക്ഷാമം ഓടി, ഇസഹാക്കിന് ക്ഷാമം ഓടി, യാക്കോബിന് ക്ഷാമം ജീവനും കൊണ്ടോടി. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ഒരു വീട്ടിലെ ജനറേഷൻ ബൈ ജനറേഷൻ അവർ അനുഭവിക്കുന്ന പ്രോബ്ലം നിങ്ങൾ കണ്ടോ? സാറയുടെ ഗർഭമടയ്ക്കുന്നു, റിബേക്കയുടെ ഗർഭമടയ്ക്കുന്നു, അതുപോലെ റാഹേലിന്റെ ഗർഭമടയ്ക്കുന്നു. പക്ഷേ 15ാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവരുടെ ദൂത് പറയാ, അടയ്ക്കാൻ ഒരു പിശാചുണ്ടോ, തുറക്കാൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. Come on. എവിടെയോ എന്നോട് ദൈവം പ്രവചിക്കാൻ പറയുന്നു. പിശാച് കാല കൂട്ടി അടച്ചത് ഇന്ന് പകൽ ദൈവം തുറക്കുകയാണ്. Come on. ഞാൻ 1-2 കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പറഞ്ഞ് മുൻപോട്ട് പോകാം. ഞാൻ അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. മെലീത്തയിൽ വെച്ച് പൗലോസിനൊരു പാമ്പ് കടിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, കടി കഴിഞ്ഞപ്പോൾ പാമ്പ് തന്നെ ഇറങ്ങിപ്പോയെന്ന്. എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പാമ്പ് പോവുകയല്ല. എൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് അവൻ അതിനെ കൊടഞ്ഞ് തീക്കാത്തിട്ടെന്ന. അപ്പോൾ ഒരു പാമ്പും തനിയെ ഇറങ്ങത്തില്ല. കൊടയാനുള്ള അഭിഷേകം നീ പ്രാപിക്കണം. ഹല്ലേലൂയ. യോഗത്തിന് വന്ന് ഇവിടെ 21 ദിവസം 42 പ്രസംഗം കേട്ടതുകൊണ്ട് നിന്റെ കയ്യെ ചുറ്റിയതൊന്നും അഴിയത്തില്ല. അതിനെ കൊടയാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില കുടുംബങ്ങളിൽ ചുറ്റിയത് നല്ലപോലെ കൈയടിച്ച് ദൈവത്തെ അബ്രഹാമിന്റെ 3 തലമുറയിൽ പ്രശ്നം, ക്ഷാമം ഉണ്ടാകുന്നു എന്ന് ഞാൻ ഈ ഒരു ഗൗരവമുള്ളൊരു ദൂത് പറയട്ടെ ദൈവമക്കളോട്. ഉൽപ്പത്തി 28-ാം അധ്യായത്തിൽ യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ രാത്രി പാർത്തു. ഒരു കല്ലെടുത്ത് വെച്ച് തല വെച്ച് അവിടെ കിടന്ന് ഉറങ്ങാനോട് കൂടെ പറ പ്ലീസ്. ഈ സൂര്യൻ അസ്തമിച്ചിട്ട് യാക്കോബിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. യാക്കോബിനാകെ ചെയ്യാൻ പറ്റിയത് തൻ്റെ യാത്ര നിർത്താൻ പറ്റി. എന്നാൽ ഈ യാക്കോബിനൊരു കൊച്ചുമോനുണ്ടായി, പേര് യോശുവ. ഈ മനുഷ്യൻ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാൻ പോയപ്പോൾ, എന്നാൽ ഞാനും വല്യപ്പച്ചനെ പോലെ ഉറങ്ങുക എന്നല്ല പറഞ്ഞത്. പിതാക്കന്മാരുടെ കാലത്ത് അസ്തമിച്ചതിനെ അസ്തമിക്കാൻ അനുവദിക്കാത്തൊരു ജനറേഷൻ എഴുന്നേക്കാൻ പോകുകയാണ്. ഈ അല്ലേലിയ മതിയെങ്കിൽ മതി. അവൻ തിരുവനന്തപുരത്ത് ചിലത് അസ്തമിക്കാൻ അനുവദിക്കാത്തൊരു തലമുറ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ലൈഫിൽ അസ്തമിച്ചതിന് അസ്തമിക്കാൻ സ്വീകരിക്കുക. ആ
ദൂതിനെ സ്വീകരിക്കുക, സ്വീകരിക്കുക. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം. അബ്രഹാം ക്ഷാമം കൊണ്ട് ഓടി, ഇസാക്ക് ക്ഷാമം കൊണ്ട് ഓടി, യാക്കോബ് ഓടി. എന്നാൽ ഇവരുടെ വീട്ടിൽ തന്നെ ഒരു കൊച്ചുമോനുണ്ടായി, പേര് യോസഫ്. അദ്ദേഹത്തിന് ക്ഷാമം വന്നു, പുള്ളി ഓടുകയില്ല. ഈ വെല്ലിപ്പച്ചന്മാർ ഓടിയത്, എന്നെ കേൾക്കുന്നുണ്ടോ? വെല്ലിപ്പച്ചന്മാർ ഓടിയത് ഒരു വീട്ടിൽ ആഹാരം ഇല്ലാഞ്ഞിട്ടാ. എന്നാൽ ഈ യോസഫ് ഇപ്പൊ ഒരു രാജ്യത്തിന് ആഹാരം കൊടുക്കുക. മൈ ഗാഡ്, മൈ ഗാഡ്. അതിന്റെ അർത്ഥം എന്നറിയോ? ഈ വരുന്നതെല്ലാം വിധിയാണെന്ന് പറഞ്ഞ് ചുമ്മാട് കെട്ടി ചുമക്കുന്ന ഒരു തലമുറയെ അല്ല ദൈവത്തിന് വേണ്ടത്. ചിലതിനോട് എതിർക്കാൻ, ഇതെന്റെ വിധി അല്ല. നല്ലായിട്ടും ആത്മാവിൽ ഇതെന്റെ വിധി അല്ല. ആമേൻ. പോട്ടെ, ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. അബ്രഹാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി. 25 വർഷമാണ് ഒന്നാമത്തെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കണം. എല്ലാവരും എന്നെ കേൾക്കണേ പ്ലീസ്. ലോങ് ടൈം, 25 years. നമ്മുടെ ഭാഷ പറഞ്ഞ 2 ജീവപര്യന്തം, 25 വർഷം ഒരു മറുപടിക്ക് വേണ്ടി. അയ്യോ, നിങ്ങൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേദന എടുക്കുകയില്ലെങ്കിൽ ഞാൻ പറയാം. ഒരു ചർച്ചിൽ കുറേ നാൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കാതെ ഓടുക. 25 വർഷം കൊണ്ട് 26 സഭയൊക്കെ മാറുന്നവരുണ്ട്. പക്ഷെ അബ്രഹാമിന്റെ മനസ്സ് ഇളകുന്നില്ല. അതിന്റെ അർത്ഥം എന്നറിയോ? തലമുറ കിട്ടുവോ കിട്ടാതിരിക്കോ ദൈവം അവന് വേണ്ടി ചെയ്യേണ്ടതാണ്. ആരാധന അബ്രഹാം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. വിടുതൽ കിട്ടുന്ന എന്ന് കസേര ഒടിച്ച്, വിടുതൽ കിട്ടാത്ത എന്ന് ഈജിപ്തിലെ പിരമിഡ് പോലെ ഇരുന്ന് നമ്മുടെ ആത്മീകത തലച്ചോറിന്റെ ഗ്രാഫ് പോലെയാ പോകുന്നത്. പക്ഷേ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ അവൻ നിൽക്കുകയാ. എന്തിനാണെന്നറിയാമോ? അബ്രഹാമിന്റെ പുരുഷപ്രാപ്തി നശിക്കുമ്പോഴും അവൻ ശക്തനായ ഒരുവനെ അവൻ അറിയാ. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു 3 കാര്യം പെട്ടെന്ന് പറഞ്ഞ ഭാഗം വിടാം. 25ാമത്തെ വർഷം 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം ഒരു തലമുറ എടുത്തപ്പോൾ അബ്രഹാം ഡയറിയിൽ എഴുതി വെച്ചു, 1 താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. ഒന്ന് പറഞ്ഞു വെച്ചത്. ഹല്ലേലൂയ. പരാതിയോടുകൂടി ഒന്നും എഴുതിയതല്ല, ഒരു ഡെയിലി ഡയറി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. നമ്മുടെ ആളുകളൊക്കെ പ്രവചനം കേട്ടേച്ച് പ്രവചനം മാത്രമല്ല എഴുതുന്ന, പ്രവചിച്ച ദൈവദാസന്റെ പേരും ഫോൺ നമ്പറും എഴുതി വെക്കും. എന്തിനാണെന്നറിയോ? നടന്നില്ല അയാളെ വിളിച്ച് ചീത്ത പറയാൻ. പ്രവചനം മാത്രം എഴുതുന്നവരെ വളരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. നമ്പർ എഴുതും, അവരുടെ പേരും കൂടെ എഴുതും. എന്നാൽ ഈ ദൂത് കേട്ടിട്ട് കഴിഞ്ഞ 8 മാസം ഈ ദൂത് നടക്കാൻ വേണ്ടി ഇങ്ങനെന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ. അബ്രഹാം ഓടിച്ചെന്ന് ഡയറിയിൽ എഴുതി, പെട്ടെന്ന് പറഞ്ഞു വരാം, 1 താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. കുറെ ദിവസം കഴിഞ്ഞ് തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ നിന്റെ മോനെ എനിക്ക് വേണം. അബ്രഹാമിന്റെ ഒരു പ്രത്യേകത എന്നറിയാം, കൈനീട്ടി മേടിക്കാൻ മാത്രമല്ല കൈ അയച്ചു കൊടുക്കാനും അറിയാം. ഹല്ലേലൂയ. ഇങ്ങനെ പോരട്ടെ കൈനീട്ടി മേടിക്കാനല്ല, കൈ അയച്ച് കൊടുക്കാനും അറിയാം. ദൈവം ചോദിച്ചത് 1000 രൂപയല്ല, ആമേ പൊന്ന് സന്താനത്തെ 25 വർഷം പ്രാർത്ഥിച്ച് കിട്ടിയതിനാ ദൈവം ചോദിച്ചത്. നിങ്ങൾ ഓർത്ത് നോക്കിക്ക്. അപ്പൊ കിട്ടിയതിനേക്കാൾ വില ദൈവത്തിനായതുകൊണ്ടല്ലേ തമ്പുരാന്റെ വാക്ക് കേട്ടത്. ഹല്ലേലൂയ. അബ്രഹാം കൊച്ചിനെയും കൊണ്ട് നേരെ നമ്മളാണ് പറയും, ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോകും. അബ്രഹാമിനറിയാം ഇവിടുന്ന് ഒരിടത്തോട്ട് ഓടാൻ പറ്റുകയില്ല. കാര്യം പാതാളത്തിൽ കിടക്ക വിരിച്ചാലും അവിടെ, സമുദ്രത്തിന്റെ അറ്റത്ത് പോയാലും നിന്നെ ഒളിച്ചു പോകാൻ പറ്റുകയില്ല. മുമ്പേ പാടി കേട്ടില്ല, എത്ര ദൂരം നിന്നെ വിട്ട് ഞാൻ ഓടിയത്. നമ്മൾ ഓടത്തേ ഉള്ളു, കർത്താവ് ചുമ്മാ നിന്ന നമ്മുടെ അടുത്ത് വരും. ആമേ. അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, കേറി വാ, കൂടെ പറഞ്ഞേ, എന്നോട് കൂടെ പറഞ്ഞേ, മോനെയും കൊണ്ടുവാ, ഈ കൊച്ചിനെയും കൊണ്ട് മോറിയ മലയുടെ കയറ്റം കയറുക. പക്ഷേ അബ്രഹാമിന്റെ ജീവിതത്തിൽ അവന് വന്ന ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? മകനെ തരാൻ
മോറിയയുടെ അടിവാരത്തിൽ വെച്ച് കേട്ട ശബ്ദം മോറിയയുടെ മേളിൽ ചെന്നപ്പം വെട്ടരുതെന്ന് പറയാനും കൂടെയുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ നിന്നോട് മോറിയായി പോകാൻ പറഞ്ഞേച്ച് താഴെ താമസിക്കുന്ന ദൈവം അല്ല നിന്റെ ദൈവം, നിന്റെ കൂടെ. നല്ലായിട്ടൊന്ന് മൈ ഗോഡ്, മൈ ഗോഡ്, എനിക്കറിയില്ല എന്തോ സംഭവിക്കുന്നു. ദൈവത്തിന്റെ കരം ആമേ ചിലരുടെ വീടുകളിൽ ചലിക്കുന്നു. നിങ്ങൾ ആ ഭാഗം നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ ഞാൻ പറഞ്ഞു വിടും. എനിക്ക് 3 കാര്യം പറയേണ്ടത് നിർബന്ധമാണ്. അബ്രഹാം മകനെ യാഗപീഠത്തിലെ ഉണങ്ങിയ വിറകിന്റെ മേളിൽ വെച്ചു. യാഗപീഠത്തിലെ ഉണങ്ങിയ വിറകിന്റെ മേളിൽ വെച്ചു. എന്നിട്ട് മകനെ കയറുകൊണ്ട് ബന്ധിച്ച് യാഗപീഠത്തിന്റെ മേളിൽ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ മിണ്ടായിരിക്കുന്നത് എനിക്കറിയാം. ഏതായാലും ഞാൻ വന്നതല്ലേ, ഞാൻ പറയാം. യാഗപീഠത്തിന്റെ മേളിൽ വെച്ചു. വാളെടുത്ത് മേളിലോട്ട് ഉയർത്തി. അബ്രഹാമിന് മനസ്സിലായി, ഇസ്ഹാക്കിന്റെ കഴുത്തിനും എൻ്റെ വാളിന്റെ വായ്ത്തലയ്ക്കും ഇടയിൽ ഇനി ആരുമില്ല. ദൈവാത്മാവ് ഒരു പ്രവചനം പറയുന്നു, ആരുമില്ലെന്ന് നീ ചിന്തിക്കുന്നിടത്ത് ഒരാളുണ്ട്. എന്റെ ഈ വിഷയത്തിന് മറുപടി ഇല്ലെന്ന് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ആ ദൂതനോടൊന്ന് പ്രതികരിച്ചേ. ഇനി എനിക്കൊരു വിടുതലില്ലെന്ന് നീ പറയുന്നിടത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഞാനതൊന്ന് തെളിച്ച് പറഞ്ഞതിന് ഒരു ദൂതി ഞാൻ പറയാം. ഇസ്ഹാക്കിനെ കിടത്തിയത് ഉണങ്ങിയ വിറകിന്റെ മേളിലാ, പക്ഷേ വിറകിന് തീ പിടിച്ചില്ല. അപ്പം ഞാൻ ദൈവക്കൂടെ ഒരു ദൂത് പറയട്ടെ. മേളിൽ കിടക്കുന്ന വാഗ്ദത്തമാണെങ്കിൽ ഇച്ചൂടെ കയറ്റി പറയാം. മേളിൽ കിടക്കുന്ന സാധനം കത്താനുള്ളതല്ലെങ്കിൽ പിശാച് വിറക് എത്ര ഉണക്കിയാലും തീ പിടിക്കുകയില്ല. ഇനി ഇതൂടെ കേട്ടോ. അബ്രഹാമിന്റെ യാഗപീഠത്തിലെ വിറക് 3 പ്രാവശ്യം നനച്ചെന്ന വാക്യം. 3 times, 3 പ്രാവശ്യം നനച്ചു. പക്ഷെ ഒരു ദൂതൂടെ കേട്ടോണം, കത്തിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ഏത് നനഞ്ഞതും ഒന്ന് ആർത്ത് വിളിച്ചൊരാമേൻ പറഞ്ഞാട്ട ദൈവമക്കൾ. ഞാൻ ദൈവമക്കോട് തറപ്പിച്ചു പറയാം, സാത്താന്യ ലോകം എത്ര നനച്ചാലും 2025 ഡിസംബർ തീരുന്നതിന് മുമ്പ് അത് കത്തിക്കണം എന്റെ തമ്പുരാൻ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിടുകയാണ്. അബ്രഹാം ഓടിച്ചെന്ന് ഡയറി എടുത്തേച്ച് 2ാമത്തെ നോട്ട് എഴുതി വെച്ചു. 1, താമസിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. 2, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. അബ്രഹാം ദൈവശബ്ദം കേട്ടെടുത്ത് ചെന്നപ്പോ കൊമ്പ് ഉടക്കി കിടക്കുന്ന ഒരാടിനെ കണ്ടു. അതിനെ അഴിച്ചുകൊണ്ട് വന്നപ്പോൾ വേദശാസ്ത്രിമാർ പറയുന്നത്, കൊമ്പ് കുടുങ്ങാൻ തക്ക വിധത്തിൽ ആടിൻ്റെ കൊമ്പ് വളരണമെങ്കിൽ ആടിന് ഒരു 5-6 മാസം പ്രായം വേണമെന്ന്. ഹല്ലേലൂയ. അബ്രഹാം ഓടി വന്ന് ഡയറിയെ 3ാമത്തെ ദൂത് എഴുതി. പ്രശ്നത്തിന് മുമ്പേ പ്രവർത്തിച്ചു വെക്കുന്ന ദൈവം. ഏതോ കിളി ഒരു പഴവും കൊത്തിക്കൊണ്ട് പോയ വഴിക്ക് വഴിവെക്കൽ എവിടെയോ ഒരു കുരു താഴെ പോയി. അങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരു മരം അവിടെ വളർന്നു. ആ മരത്തെ സക്കായി കയറി തമ്പുരാൻ ആ മരത്തിലിട്ട് അവരെ പിടിച്ചു. എന്നിട്ട് ആ മരത്തിനോട് തമ്പുരാൻ ദൂത് പറയാറുണ്ട്, നീ അബദ്ധത്തിൽ വളർന്നതല്ല, ഇവനെ പിടിക്കാൻ ഞാൻ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും വെറുതെ സംഭവിക്കുന്നില്ല. പോട്ടെ, ഈ ഭാഗം ഒന്ന് പെട്ടെന്ന് പറയാം. അബ്രഹാം മകനെയും കൊണ്ട് യാഗപീഠത്തിന്റെ മേളിൽ ചെന്ന് വാള് പൊക്കിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ, കൊച്ചിൻ്റെ ദേഹത്തെ കൈവെക്കരുത്. മകനെ ഇറക്കി ആടിനെ യാഗപീഠത്തിന്റെ മേളിൽ കയറ്റി ആ മൂർച്ചയുള്ള വാളുകൊണ്ട് ആടിൻ്റെ കഴുത്ത് വെട്ടി ഉടലിൻ്റെ അകത്തുനിന്ന് ചോര ചീറ്റി അവൻ നാക്കും വളച്ച് കടിച്ച് കണ്ണും തുറിഞ്ഞ ആ പാവം ആട് അവിടെ കിടന്ന് പിടഞ്ഞും കരഞ്ഞും മണ്ണിനോട് വിട പറയുമ്പോൾ ആ മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന അബ്രഹാം
നിന്റെ കയ്യെ തൂങ്ങിക്കിടന്നുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്നാ എൻ്റെ ചിന്ത. ഇസഹാക്ക് അപ്പനോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ കരയേണ്ടതിന് പകരം ഒരാട് കരഞ്ഞു. ഞാൻ കരയേണ്ടതിന് പകരം നീ എന്നെ കൈവിട്ടത് എന്തെന്നല്ലേ ചോദ്യം. ഇസഹാക്ക് കരയാതിരിക്കാൻ ആട് കരഞ്ഞു. കര ഉയർത്തി പിടിച്ച രാമയം പറഞ്ഞാട്ടെ. ആ ഭാഗം ഞാൻ മനഃപൂർവ്വമായി വിടുകയാണ്. രണ്ടാമത്തെ കരച്ചിലേക്ക് നമ്മൾ ഓടിപ്പോവുകയാണ്. രണ്ടാമത്തെ കരച്ചിലേക്ക് നമ്മൾ ഓടിപ്പോയി. എത്ര പേരിനോട് കൂടെയുണ്ട്? രണ്ടാമത്തെ കരച്ചിൽ ഞാൻ ഏദൻ തോട്ടത്തിലേക്ക് പോയി. അതെന്തിനാണെന്നറിയാമോ? അതും അങ്ങനെ പോയാലേ ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ ഹവ്വയെ തോട്ടത്തിലാക്കി. രണ്ടുപേരും തോട്ടത്തിൽ. എന്നും വൈകുന്നേരം ദൈവം തോട്ടത്തിൽ വരും. അപ്പോൾ സഭ ദൈവത്തിൻ്റെ തോട്ടമാണെങ്കിൽ ഒരു സഭയുടെ ഏറ്റവും വലിയ യോഗ്യത അതിനകത്തിട്ടിരിക്കുന്ന കസേരയും അതിനകത്തെ കാറ്റും അതിനകത്തെ തണുപ്പും അതിനകത്ത് വെട്ടവും അതിനകത്തെ സൗണ്ട് സിസ്റ്റവും അതിനകത്തെ പാട്ടും അതിനകത്ത് ഓർഗണും അല്ല. ഒരു സഭയുടെ യോഗ്യത അതിനകത്തൂടെ തമ്പുരാൻ നടക്കണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ദൈവം നടക്കണം. ഓ ഹല്ലേലൂയ. ആ തോട്ടത്തിൽ എന്നും തമ്പുരാൻ വരും. ഞാൻ വേഗം പോകാം. എന്നും തമ്പുരാൻ വരും ഇവരോട് കൂടെ. അത് ദൈവം വരുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലായോ? വൈകുന്നേരമാകുമ്പോൾ. എപ്പോഴാണ് വരുന്നത്? അയ്യോ, മനുഷ്യൻ ഒരു ദിവസം ദൈവം കൊടുത്താൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്ന സമയം വൈകുന്നേരമാണ്. ശ്രദ്ധിച്ച്, എത്ര പനിയുള്ളവനും രാവിലെ പനിയില്ലല്ലോ. ഓടി നടന്ന് ചോറ് വെക്കുന്നു, കറി വെക്കുന്നു, പശുവിനെ തീറ്റുന്നു, മുറ്റം തൂക്കുന്നു, തറ തുടയ്ക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. വൈകുന്നേരം ഒരു 5:30 മണിയാകുമ്പോൾ ഒരു തുമ്മലും ഒരു ചീറ്റലും ഒരു ചുമയും ഒരു ചൂടും ഒരു പരവേശവും, പിന്നെ 3 കമ്പിളി പുതപ്പ് തികയാതെ വരികയാണ്. അങ്ങനെ കുലുക്കി കുലുക്കി ചെന്ന് കട്ടിലോട്ട് കയറി കരയുന്ന വൈകുന്നേരങ്ങൾ. പകൽ വിട പറയുന്ന രാത്രി കയറി വരുന്നൊരു പ്രത്യേക സമയമുണ്ട്. ഹ്യൂമൻ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ കൊച്ചിനെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഹൈദരാബാദിൽ കൊണ്ടാക്ക്. ഉച്ചയ്ക്ക് കൊണ്ടാക്കി വെച്ച് വരുമ്പോൾ ആ കൊച്ചു പറയും, പപ്പയും മമ്മിയും പൊക്കോ, ഞാൻ ഹാപ്പിയാണെന്ന് പറയും. പക്ഷേ 5:45 ഒരു ഫോൺ വരും, എനിക്ക് മമ്മിയെ കാണണം. അതെപ്പോഴാ? 12 മണിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആൻസൈറ്റി അനുഭവിക്കുന്ന, ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സമയമുണ്ട്. അത് ഈവനിങ്. തമ്പുരാൻ പറഞ്ഞു കേൾക്കണോ? നീ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്ന സമയം നമുക്ക് ഒരുമിച്ച് നടക്കാം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നീ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആകോ? ആ കരമം അടിച്ച് കർത്താവിനെ സ്തുതിക്കാവോ? നീ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്ന ഹല്ലേലൂയ. എന്നാ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം മനസ്സിലായോ? നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ മേലാത്തൊരു ടൈം നിങ്ങളുടെ ലൈഫിലുണ്ടോ? അപ്പ നിങ്ങളുടെ കൂടെ. നിങ്ങൾ ഓർക്കുന്നില്ലേ, കരയാൻ പോലും കരുത്തില്ലാതെ നിങ്ങൾ തെരുവിൽ കൂടെ അലഞ്ഞ ദിവസങ്ങൾ? വീടിനകം ഒരു നരകം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എല്ലാവരും കൈവിടപ്പെട്ട് ഒരു വൈദ്യൻ ഇഞ്ച ഇടിച്ചു പിഴിയുന്ന പോലെ ആപാത ചൂടം അന്ധകാര മണ്ഡലങ്ങൾ നിങ്ങളെ അടിച്ചു പിഴിഞ്ഞ സമയം, ഒരു വസ്ത്രം കല്ലിൽ തല്ലി അലക്കുന്ന പോലെ സാഹചര്യങ്ങൾ നിങ്ങളെ വാരി അലക്കിയപ്പോ ഇന്നും പ്രാന്താശുപത്രിയുടെ സെല്ലിനകത്ത് നിങ്ങൾ പെട്ടുപോകാഞ്ഞത് അവൻ തമ്പുരാൻ നിങ്ങളുടെ കൂടെ. Hey, 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 hey. Oh, come on, come on, come on. Hallelujah. ആദമേ, ഞാൻ നിന്റെ കൂടെ നടക്കാം. ആ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഹവ്വേ, നമുക്ക് ഒരുമിച്ച് നടക്കാം. സങ്കടങ്ങളിൽ ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിരാശകളിൽ കൈപിടിച്ച് നടക്കാൻ ഏറ്റവും നല്ലത് തമ്പുരാൻ മാത്രമാണ്. അപ്പൊ നിങ്ങളേക്ക് വേറെ ആരെങ്കിലും എനിക്കറിയില്ല, അതെന്നെ അങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. തമ്പുരാന്റെ കയ്യെ പിടിക്കുന്ന ഏറ്റവും നല്ലത്. എന്നെ ഒന്ന് ആഴമായിട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്ക്. ഹല്ലേലൂയ. ഇത് എന്നെ ബാധിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല, ബാധിക്കുമായിരിക്കും. ഹല്ലേലൂയ. ആദവും ഹവ്വയും കൂടെ ഒരുമിച്ച് നടക്കുന്നു. ഒരു ദിവസം സാത്താൻ, ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? എന്നാലും ഞാൻ പറഞ്ഞേക്കാം. സാത്താൻ വന്നേച്ച് പറഞ്ഞു, ദൈവം വാസ്തവമായിട്ട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വ പറഞ്ഞു, പിന്നെ തിന്നരുത്, തൊടുക പോലും വരുത്. എവിടെയാ മനുഷ്യന് തെറ്റിയെന്നറിയോ? ദൈവം നമ്മുടെ സ്വകാര്യതയാണ്. എൻ്റെ സ്വകാര്യതയാകുന്ന ദൈവത്തെക്കുറിച്ച് വേറൊരാളോട് എൻ്റെ സ്വകാര്യത പറയാൻ ഞാൻ തുടങ്ങിയിടത്ത് തകരാൻ തുടങ്ങി. ഞാൻ ദൈവം കൂടി, ഇന്ന് ലോകത്തിൽ
തകർക്കപ്പെട്ടവരെല്ലാം വിശ്വസിക്കുന്നവരാലല്ലേ തകർക്കപ്പെട്ടത്? നിങ്ങൾ വിശ്വസിക്കാത്തവരൊന്നും നിങ്ങളെ ഇതുവരെ തകർത്തിട്ടില്ല. ഒരു ആമയും വായ്പയെങ്കിലും മേടിച്ചു വേണം. നിങ്ങൾ ആരെയാ വിശ്വസിച്ചത്? അവരൊക്കെയാ നിങ്ങളെ വാരിത്തറയിലെ കലക്കിയത്. ഹല്ലേലൂയ. എന്നാൽ ചതിക്കാത്തൊരു സ്നേഹിതനുണ്ട്. ഹല്ലേലൂയ. ആദമും ഹവ്വയും തമ്പുരാനോട് ചേർന്ന് നടക്കുക. സാത്താൻ വന്നിച്ച് പറഞ്ഞു, പഴം തിന്നോ, നിനക്ക് ദൈവത്തെ പോലെയാകാം. പഴം തിന്നോ പറഞ്ഞു, ദൈവത്തെ പോലെയാ. ഹവ്വ പഴം പറിച്ചു എന്ന് കാര്യം ഹവ്വ ഇതൊരു അബദ്ധമാണെന്ന് ഓർത്തിട്ടല്ല, ദൈവത്തെ പോലെ ആകാമല്ലോ എന്ന് ഓർത്ത് തിന്നതാണ്. ഹല്ലേലൂയ. ആമേ. ഈ ലുലുമാളിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ആ എൻട്രൻസിൻ്റെ അവിടുന്ന് ഒരു റോ മുഴുവൻ ഓഫറുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒരു റോ മുഴുവൻ ഓഫറാ. 5 കിലോ ഗോതമ്പ് ഓഫർ, 5 കിലോ അരിപ്പൊടി ഓഫർ. ഇത് നിനക്ക് എങ്ങനെ അറിയാമെന്നോ? ഞാൻ പോയിട്ടുള്ളതുകൊണ്ട്. മുഴുവൻ ഓഫറാ. പാൽപ്പൊടി ഓഫർ, മുട്ടയ്ക്ക് ഓഫർ. അത് കഴിഞ്ഞ് വെച്ചൊരു 8 റോ ഉണ്ട് ഓഫർ ഇല്ലാത്തത്. അതിൻ്റെ തന്ത്രം എന്നാണെന്നറിയോ? ഈ ഓഫർ ഉള്ളിടത്തൂടെ നടന്ന് കണ്ണ് മഞ്ഞളിച്ചിട്ട് ഓഫർ ഇല്ലാത്തടത്ത് എന്ന് ചതിക്കപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. യൂസഫ് അലി സാർ കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. സാത്താന്യ ലോകത്തിന്റെ ചതി മനസ്സിലായോ? ദൈവത്തിന്റെ പേരിലാ ചതി. നീ തിന്നോ, നിനക്ക് ദൈവത്തെ പോലെയാകാം. ഹവ്വ പഴം പറിച്ചു തിന്നു. എന്നോട് കൂടെ നിൽക്കണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. പഴം പറിച്ചു തിന്നു. ആമേൻ. ആദമിനും കൊടുത്തു. അച്ഛാ നമുക്ക് ദൈവത്തെ പോലെ ആയേക്കാം. കഴിച്ചു. പക്ഷേ നഷ്ടപ്പെട്ടത് നീളമല്ല, നഷ്ടപ്പെട്ടത് മുടിയല്ല. ഓ, കോവിഡ് വന്നവരുടെ മുടി പോയെന്ന്, ചിലരുടെ മസിൽ പോയെന്ന് അല്ലേ? ഇവിടെ നഷ്ടപ്പെട്ടത് മുടിയല്ല. ഓ, നിങ്ങളുടെ കൂടെ ഇല്ല. നഷ്ടപ്പെട്ടത് ആരോഗ്യമല്ല, നഷ്ടപ്പെട്ടത് ഉയരമല്ല, നഷ്ടപ്പെട്ടത് തേജസ്സാണെങ്കിൽ തിരുവനന്തപുരത്ത് സാത്താന്യ ലോകത്തിന് പേടി ഒരുത്തന്റെയും സൗന്ദര്യത്തെ അല്ല, നിന്റെ മേൽ കിടക്കുന്ന തേജസ്സിനെ. നല്ലപോലെ കരമടിച്ച് സാത്താന്യ ലോകം ഇന്ന് പകൽ പേടിക്കുന്നത് നിന്റെ മേലുള്ള തേജസ്സിനെയാ. ഹവ്വയ്ക്ക് മനസ്സിലായി തേജസ് നഷ്ടപ്പെട്ടു. തമ്പുരാൻ വൈകുന്നേരം വന്നു, ആദാമേ നീ എവിടെ? ആദാം പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക. തമ്പുരാൻ ചോദിച്ചു, ഞാൻ ചേരുന്നു പറഞ്ഞു, നീ ചെയ്തോ? പറഞ്ഞു, പഴം തിന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ തിന്നുപോയി. ആദാം ഹവ്വ ഒളിച്ചിരിക്കുക. ഹവ്വ ആദാമിനോട് പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തു. ആദാം ഹവ്വയോട് പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തു. നിങ്ങൾ എന്നെ കേൾക്കുന്നുമില്ല. ഹല്ലേലൂയ. കുറെ നേരത്തേക്ക് ദൈവത്തെ കാണാനില്ല. കൂടെ വാ പ്ലീസ്. കുറെ നേരത്തേക്ക് ദൈവത്തെ കാണാനില്ല. എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, അങ്കിളുമാരെ, ആൻറ്റിമാരെ, അപ്പന്മാരെ, പ്ലീസ്. നമ്മളൊരു തെറ്റ് ചെയ്തു. നമ്മുടെ ഓണർ നമ്മുടെ അടുത്ത് വന്ന് തെറ്റ് ചെയ്തെന്ന് ബോധ്യമായി കഴിഞ്ഞ് ഒരു ശകല നേരം കാണാതെ വന്നാൽ നമ്മൾ എന്നാ ചിന്തിക്കുന്നത്? എന്നെ തല്ലിക്കൊല്ലാൻ വടിയെടുക്കാൻ പോയതാ, എന്നെ വെട്ടിക്കൊല്ലാൻ വാളെടുക്കാൻ പോയതാ, എന്നെ അടിക്കാൻ ചാട്ട കെട്ടാൻ പോയതാ. ഇപ്പം വരും. നിങ്ങളെന്നെ കേട്ടില്ല. ദൈവം എന്നെ ഇപ്പം വരും, എന്നെ തല്ലുമായിരിക്കും, എന്നെ കൊല്ലുമായിരിക്കും, വാളുമായിട്ട് വരും, എന്നെ വെട്ടും. എൻ്റെ ജീവിതം തീർന്നു. നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ നശിച്ചു, നമ്മൾ മുടിഞ്ഞു, നമ്മൾ ഇല്ലാതെയാകും. അവരെ കാണുന്നില്ല. അങ്ങനെ ആദമും ഹവ്വയും വിറച്ചിരിക്കുകയാ. ആദമും ഹവ്വയും മനസ്സിളകിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാലോച്ച കേൾക്കാം. എന്നോട് കൂടെ വാ, കാലോച്ച കേൾക്കാം. ആദം പറഞ്ഞു, ദൈവം വരുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ കഥ കഴിയും, അവൻ നമ്മളെ ഇല്ലാതെയാക്കും. പക്ഷേ ആദമും ഹവ്വയെ കാണുന്നത് ദൈവത്തിന്റെ കയ്യിൽ വാളല്ല, മറിച്ച് ചോര ഒഴുകുന്ന ഒരാടിന്റെ തോല്. ഈ 15ാമത്തെ ദിവസം എന്റെ കർത്താവ് ക്രൈസ്റ്റ് സെന്ററിൽ ഇറങ്ങി വന്നത് ആരെയും വെട്ടാനല്ല, നിന്നെ ഉടുപ്പിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ദുരന്തം പ്രസംഗിക്കാൻ, ഞാൻ പഴയ നിയമത്തിന്റെ ആളല്ല. യേശു നിന്നെ ഉടുപ്പിക്കാൻ ഇതിനകത്ത് നിൽക്കുകയാ. അറിയില്ല. I feel the presence of God.
എന്നോട് ദൈവാത്മ പറയുന്നു, നിന്നെ എവിടെയൊക്കെയോ ആമേ സാത്താൻ ലോകം ഒളിപ്പിച്ചടത്തുന്ന നിന്റെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകയാ. സാത്താന്യ ലോകം നിന്നെ അടച്ചടത്തുന്ന, come on, come on. Hallelujah. ആ തോലിന്റെ പ്രത്യേകത, ആ തോലക്കൂടെ, ആടിന്റെ തോലക്കൂടെ ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ കരയേണ്ടത് ഹൗവയാണ്, കരയേണ്ടത് ആദാമാണ്, പക്ഷെ കരഞ്ഞത് ആടാണ്. കരച്ചിൽ 3, പുറപ്പാട് പുസ്തകം 12. എടുക്കണ്ട. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പെട്ടുപോയി 430 വർഷം. പാട്ടില്ല, പ്രാർത്ഥനയില്ല. ഞാൻ സാധാരണ എപ്പോഴും ആർത്തിയോടെ പറയുന്നൊരു ദൂതുണ്ട്. 1-ാം തലമുറ പണിയെടുത്തു, കാശ് കിട്ടിയില്ല. 2-ാം തലമുറ പണിയെടുത്തു, കാശ് കിട്ടിയില്ല. 3-ാം തലമുറ നമ്മെ പണിയെടുത്തു, കൂലി ചോദിച്ചപ്പോൾ ചാട്ടയ്ക്ക് അട്ടി കിട്ടി. എന്നാൽ സാത്താന്യ ലോകം ഡയറിയെ കുറിച്ച് വേണം. പഞ്ചപുച്ഛമടക്കി കല്ലറയിലേക്ക് ഇറങ്ങിയ 3 തലമുറയുണ്ട്. എന്നാൽ തിരിച്ചു മേടിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരും. അത് മോശയുടെ തലമുറയാ. അയ്യോ, ഞാൻ ആ ഭാഗമൊക്കെ ആർത്തിയോടെ ഇന്ന് പകൽ എൻ്റെ മൈൻഡിലിട്ട് ഇങ്ങനെ സ്തോത്രം ചെയ്യുക. കാര്യം എന്നറിയോ, ഒരു കൊലപാതക കുറ്റത്തെ പ്രതിയാക്കിയിട്ട് ലുക്കൗട്ട് നോട്ടീസ് വാണ്ടഡ് അടിച്ച് ഈ മനുഷ്യനെ ഓടിച്ചതാ. 40 വർഷം പ്രാണനും കൊണ്ട് ഓടുക ഈ മനുഷ്യൻ. 40 വർഷം മുമ്പ് ഒരു 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 ഗവൺമെന്റിന്റെ കുറ്റവാളിയായിട്ട് ഗവൺമെന്റ് ഫോട്ടോ ഒട്ടിച്ച ഒരുത്തനെ 40 വർഷത്തിന് ശേഷം അതേ കൊട്ടാരത്തിൽ മിനിസ്ട്രിക്ക് വേണ്ടി നിർത്തുക ദൈവം. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവം നിന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ പിശാച് നിന്റെ ദേഹത്ത് വരച്ചതെല്ലാം എന്നെ കൈയടിയ നല്ലപോലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇതൊരു സാധാരണ പകലല്ല. പിശാച് നിന്റെ ദേഹത്തിന്റെ എല്ലാ ഡാർക്ക് സ്പോട്ടുകളും പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. തമ്പുരാൻ പറഞ്ഞു മോശ വിട്ടോ, ഞാനുണ്ട്. മോശ പറഞ്ഞു പഴയ കേസ്. തമ്പുരാൻ പറഞ്ഞു കേസും ഇല്ല, ഫയലും ഇല്ല, ഒന്നുമില്ല, പഴയ ഒന്നുമില്ല, ഞാനാ നിന്നെ ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ ചെന്ന് വെച്ചാൽ മനുഷ്യൻ പറഞ്ഞു കേട്ടില്ലേ, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കണമെന്ന്. എന്നാ വാക്കാ പറയുന്നല്ലേ. ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് പറഞ്ഞു പോട്ടെ, സമയം പോകുന്ന എന്നെ വെപ്രാളം പിടിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചേർന്നൊരു നല്ല ആമയും പറഞ്ഞാട്ടെ, നല്ലൊരു ആമയും പറഞ്ഞാട്ടെ. കർത്താവ് ജനത്തെ വിടുവിക്കാൻ തീരുമാനിച്ചു. ഈ മനുഷ്യൻ കൊട്ടാരത്തിൽ ചെന്നു, വടി താഴെയിട്ടു, വടി പാമ്പായി. മോശയുടെ ഉള്ളിലെ ചിന്ത ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? മോശയുടെ ഉള്ളിലെ ചിന്ത എന്നാണെന്നറിയോ, എൻ്റെ വടി താഴോട്ടിടും, എൻ്റെ വടി പാമ്പാകും, ഫറവോന് BP കൂടും, ചാടി കസേര കയറും, വേഗം പൊക്കോടാന്ന് പറയും, അങ്ങനെ ഞങ്ങൾ പോരും. എത്ര ഈസിയാ അല്ലേ? പക്ഷേ നമ്മുടെ ഈസി ലെസൺസ് ഒന്നും തമ്പുരാൻ്റെ കയ്യിലില്ല. മോശ വടിയെടുത്ത് താഴോട്ടിട്ടു. മോശ നോക്കുമ്പോൾ ഫറവോൻ പാമ്പിനെ നോക്കി ചിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്നറിയോ, ആഭിചാരകന്മാരെ, മന്ത്രവാദികള്, എല്ലാവരുടെയും കൂടെ വടി കൊണ്ട് താഴോട്ടിട്ടപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ക്രൂസൈഡിന് ആളിരിക്കുന്ന പോലെ ഫറവോന്റെ വടിയെല്ലാം കൂടെ 1000 പാമ്പ് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ 1 പാമ്പ് അങ്ങോട്ട് നിൽക്കുക. ഇവിടെയാ മോശമാര് കുഴയുന്നത്. കാര്യം എന്നറിയോ, ദൈവം പറഞ്ഞ ദൂത് തീർന്നു. നിങ്ങൾ കേട്ടില്ല? ദൈവം പറഞ്ഞ ദൂത് എന്താ? വടി താഴോട്ടിട്ട് വടി പാമ്പാകും. അത്രേ തമ്പുരായി. ഈ നമ്മുടെ ദൈവത്തിന് ചില കാര്യങ്ങൾ, ചില സൈലന്റ് സ്വഭാവങ്ങളുണ്ട്. വടി താഴോട്ടിട്ട് വടി പാമ്പാവും, ബാക്കിയൊന്നും തമ്പുരാൻ പറഞ്ഞിട്ടില്ല. അപ്പം മോശയുടെ വിചാരം എന്നാ, പാമ്പിനെ കാണുമ്പോഴേ പൊക്കോളാൻ പറയുമെന്നാ. പക്ഷേ മോശയുടെ വടി ഇങ്ങനെ പാമ്പായിട്ട് ഇങ്ങനെ നിൽക്കുക. അവിടുന്ന് 1000 പാമ്പ് ഇങ്ങോട്ട് നിൽക്കുക. പെട്ടെന്ന് അഹരോൻ ചെന്നിച്ച് മോശയോട് പറഞ്ഞു, അനിയവ പോയേക്കാം, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ദൂത് ദൈവമക്കളോട് പറയട്ടെ, നീ പുറകോട്ട് ഓടിയാലും നിന്റെ അഭിഷേകം കൂടെ വരികയില്ല. ചിലരോട് ദൈവാത്മാവ് ആഴത്തിൽ പറയുന്നു, നീ പുറകോട്ടോടാൻ തീരുമാനിച്ചിടത്ത് നിന്റെ അഭിഷേകം മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയാ. ഹല്ലേലൂയ,
മതി 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 മതി, എനിക്ക് ഈ നാട് പറ്റുകയില്ല, എനിക്ക് ഈ സംസ്ഥാനം പറ്റത്തില്ല, ഞാൻ ഇവിടെ നിന്ന് മാറി താമസിക്കണം, ഇവിടെ എനിക്ക് എന്നും എന്നും അപമാനം, എന്നും ദുഃഖം, എന്നും രോഗം, എന്നും വേദന, എന്നും എന്നും എന്നും. നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല? ആമേൻ. മോശേ 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 മോശേ, നീ പുറകോട്ട് പോയാലും നിന്റെ വടി നിന്റെ കൂടെ വരികയില്ല. കാരണം നിന്റെ വടിയെ ദൈവം ഇട്ടത് പുറകോട്ട് പോകാനല്ല, മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ട്. ഹല്ലേലൂയ. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? ഇനി ചില മിനിറ്റുകൾ കൂടെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതിയാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആമേൻ ആമേൻ. ആടിനെ പിടിക്കുന്നു, സന്ധ്യാസമയത്ത് ആടിൻ്റെ കഴുത്ത് അറക്കുന്നു, ചോരയെടുത്ത് കട്ടളക്കാൽ മേലും കുറുമ്പടി മേലും പുരട്ടുന്നു. ആമേൻ. സംഹാരത്തെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്, ഇങ്ങനെ പറ, സംഹാരത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്നു രാജകൊട്ടാരത്തിൻ്റെ അകത്ത്. രാജാവിൻ്റെ മകൻ മുതൽ, അതെന്തിനാ ഇടയ്ക്ക് കൊച്ചു വെച്ചെന്നറിയാവോ? എല്ലാവരും ഉണർന്നോട്ടെന്ന് ഓർത്തിട്ട്. രാജാവിൻ്റെ മകൻ മുതൽ ഓരോ വീട്ടിലും മരണം നടക്കുകയാ. പന്തലിടാൻ ആളില്ല, കുഴലൂതാൻ ആളില്ല, കുഴിവെട്ടാൻ ആളില്ല. എനിക്ക് ആ വാക്കൊക്കെ വളരെ ഭീകരമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. ഇസ്രായേൽ മക്കളുടെ പിള്ളേരുടെ കാലെ പിടിച്ച് നൈൽ നദിയിൽ എറിഞ്ഞപ്പോ ആമേ തിരിച്ചു ചോദിക്കാൻ ഒരാളുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. 2026 ദൈവം ചിലത് ഓർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വെച്ചേ. ആമേൻ. പത്രോസ് ഒരു ഇരുട്ട് മുറിക്കകത്ത് കൊല്ലാൻ വേണ്ടി പിടിച്ചു കെട്ടിയിട്ടിരിക്കുമ്പോൾ, കേൾക്കുന്നുണ്ടോ? പത്രോസിന്റെ മുറിക്കകത്തൊരു ദൂതൻ ഇറങ്ങി അവന്റെ വിലാപ്പുറത്ത് തട്ടി, എഴുന്നേക്ക്, കാലെ ചെരുപ്പിട്ടു, അരയെല്ലാം ടൈറ്റ് ചെയ്തു, ഈ മനുഷ്യനും കൊണ്ട് പോകുന്നു. 1-ാം വാതിലും 2-ാം വാതിലും ഒക്കെ കടത്തിക്കൊണ്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൂതനിങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ദൂതൻ പറഞ്ഞു, അടുത്ത വാതിൽ അച്ഛനും കൂടി ചെല്ലുമ്പോൾ തന്നെ തുറന്നോളൂ, എനിക്കൊരു അത്യാവശ്യമാണ്, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഇത്ര നേരം കൂടെ നിന്ന ദൂതൻ ഒരു എമർജൻസി ഇൻഡിക്കേറ്റർ ഇട്ടു, ഒറ്റ തിരിച്ചിലാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പത്രോസ് കേൾക്കുക, ആമേ, ആ ദൂതൻ പോയ വഴിക്ക് ഒരുത്തൻ്റെ തലക്കിട്ട് ഒറ്റ അടി അടിച്ചു, കൃമിക്കിരയായെന്ന്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ആമേ, ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങിയാൽ അഭിഷിക്തന്റെ വിടുതലും പോരാടിയവൻ. എത്ര പേർ ശക്തിയോടെ ഹല്ലേലൂയ. എല്ലാരും ചോദിക്കുന്നു, അതെന്താ ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ കരച്ചിലില്ലാഞ്ഞത്? ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാർ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലും കരച്ചിലുണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് മന്ദലെന്നാ ഇടാഞ്ഞത്? ആ കരച്ചിലല്ല, ഞങ്ങളുടെ വീട്ടിൽ ആള് കരയാഞ്ഞത് ആട് കരഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വീട്ടിൽ ആളുകൾ കരയാത്തത് എനിക്കിന്ന് പകൽ തുള്ളിച്ചോടാൻ തോന്നുക. നിന്റെ കരച്ചിൽ നിന്റെ വീട്ടിൽ കേൾക്കാത്തത് നിനക്ക് പകരമായി ഈ 15ാമത്തെ ദിവസം അടി ഉറച്ച് ഞാനൊരു ദൂത് പറയാം. നിന്റെ വീട്ടിൽ കരച്ചിലുണ്ടാക്കാൻ ആ സാത്താന്യ ലോകത്തിന് കഴിയത്തില്ല. അതിന്റെ കാരണം വേറെ ഒരാൾ അയ്യോ കയ്യോ ഉയർത്തിപ്പിടിച്ച് എനിക്കറിയില്ല എങ്ങനെയാ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. നിന്റെ വീട്ടിലെ കൈതാത്തി കിട്ടോ, താങ്ക് യു. നിന്റെ വീട്ടിലെ കരച്ചിലെ ഹൈജാക്ക് ചെയ്യാൻ പവറുള്ള വേറൊരു കരച്ചിൽ. അതുകൊണ്ടാ സങ്കീർത്തനക്കാരൻ എഴുതിയത്, നീ എന്റെ വിലാപത്തെ നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഒന്ന് വിടട്ടെ, ഒന്ന് പറഞ്ഞ് റൂട്ടിൽ വരാം. 1-ാമത്തെ കരച്ചിൽ മോറിയയിലെ ആട്. ഒച്ചത്തിൽ പറഞ്ഞ് കരഞ്ഞത് ഒരാൾക്ക് വേണ്ടിയിട്ടാ. ആർക്ക്? ഇസ്ഹാക്കിന്. 2-ാമത്തെ കരച്ചിൽ ഏദനിലാണ്. കരഞ്ഞത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്. പുറപ്പാട് 12 ഒരാട് കരഞ്ഞു, ഒരാൾക്കും വേണ്ടിയല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ജാതിക്ക് വേണ്ടി.
എന്നാൽ ഗാൽഗുത്തായിൽ ഒരാട് കരഞ്ഞു. ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, ഒരു ജാതിക്ക് വേണ്ടിയല്ല, ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട്. പതിനഞ്ചാമത്തെ ദിവസം ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ആട് ഒരാൾക്ക് വേണ്ടി വന്നതല്ല. നല്ലപോലെ കരമ അടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒരു പാട്ടിന്റെ 2 വരി പാടി ഒന്ന് ആരാധിക്കണം. ഏത് പാട്ടാണെന്നറിയോ? എന്തിയ പാടുന്നവര്? ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം. അറിയാവോ പാട്ട്? എന്നാ കുഴപ്പം?